Good evening. Good evening, sir. Good evening, sir. Good evening. ഇന്ന് ഇന്നലെ ബ്ലോക്ക് ക്ലാസ് ഫോർ കുറച്ച് കേട്ടു. ഈ ടോപ്പിക്കാണ് നമ്മൾ ഓക്കെ. ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഏറെക്കുറെ. റൈറ്റ്. ആയിക്കോട്ടെ. നമ്മൾ ഇൻട്രഡക്ഷൻ, വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഇൻട്രഡക്ഷൻ. ക്ഷാമമാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്, ആഹാരത്തിൻ്റെ തട്ടുണ്ടെങ്കിൽ ആഹാരത്തിന് എങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കാം എന്നുള്ളത്, അങ്ങനത്തെ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ആൻഡ് ഇൻ ദ സ്ട്രൈവിങ് ടുവേർഡ്സ് ഗോൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി. അക്കോർഡിംഗ് ടു ഡാവ്സൺ ആൻഡ് ഗെറ്റീസ്, വേറെ രണ്ട് സൈക്കോളജിസ്റ്റ്, ഡാവ്സണും ഗെറ്റീസ്, അവരുടെ അഭിപ്രായത്തിലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സോഷ്യൽ ഇൻട്രാക്ഷൻ ഈസ് എ പ്രോസസ് വെയർ ബൈ മെൻ ഇന്റർപെനിട്രേറ്റ് ദ മൈൻഡ്സ് ഓഫ് ഈച്ച് അതർ. സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലാണോ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മനസ്സിലോട്ട് കയറി ചെല്ലുന്നത്, ഇന്റർപെനിട്രേറ്റ് ചെയ്യുന്നു മനസ്സിനെ, അതിനെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആയിട്ട് ഇവർ കാണുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻ ഇസ് എ പ്രോസസ് വെയർ ബൈ മെൻ ഇന്റർപെനിട്രേറ്റ് ദ മൈൻഡ്സ് ഓഫ് ഈച്ച് അതർ. പരസ്പരമുള്ള മനസ്സുകളെ തട്ടുന്ന പെരുമാറ്റം. അത് ദേഷ്യമായിരുന്നാലും സിമ്പതി ആയിരുന്നാലും കരുണയായിരുന്നാലും ഏത് രീതിയിലാണ് ആ പെരുമാറ്റം എന്നുള്ളത്, മനസ്സിൽ തട്ടുന്ന പെരുമാറ്റം. ജിഷ് എന്ന് പറഞ്ഞ ഒരാൾ, ജിഷ് ഡിഫൈൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആസ് ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് ഇൻ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് എക്സേർട്ട് ഓൺ ഈച്ച് അതർ. റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻഫ്ലുവൻസ്, ഇൻ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് എക്സേർട്ട് ഓൺ ഈച്ച് അതർ ത്രൂ ഇന്റർ സ്റ്റിമുലേഷൻ ആൻഡ് റെസ്പോൺസ്. പരസ്പരം ഉള്ള സ്റ്റിമുലേഷനും അതുള്ള റെസ്പോൺസ്. ഇപ്പം ഞാനിപ്പോൾ ഒരാളുടെ അടുത്തൊരു കാര്യം പറയുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വെർബൽ സ്റ്റിമുലേഷനാണ്. തിരികെയുള്ള റെസ്പോൺസ് വാക്കാലാണെന്നുണ്ടെങ്കിൽ അത് തിരികെയുള്ള റെസ്പോൺസാണ്, വെർബൽ റെസ്പോൺസാണ്. അപ്പം സ്റ്റിമുലേഷനും റെസ്പോൺസ്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ആസ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഇൻഫ്ലുവൻസ് ഇൻ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് എക്സേർട്ട് ഓൺ ഈച്ച് അതർ ത്രൂ ഇന്റർ സ്റ്റിമുലേഷൻ ആൻഡ് റെസ്പോൺസ്. ഇനി സോഷ്യൽ ഇൻട്രാക്ഷൻ റെഫേഴ്സ് ടു ദി എൻറ്റയർ റേഞ്ച് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ്. The entire range of social relationships wherein there is a reciprocal stimulation and a response between individuals. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്റ്റിമുലേഷനും റെസ്പോൺസും, അതിനെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ആദ്യം തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു വരുന്ന കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ ഇൻട്രാക്ഷനിൽ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ടേംസ്, അതായത് കോഓപ്പറേഷനും കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും ഉടലെടുക്കുന്നത് ഈ സോഷ്യൽ ഇൻട്രാക്ഷനിൽ നിന്നാണ്. ഇനി social interaction produces some definite influence upon social relations that exist among human beings. മനുഷ്യരുടെ ഇടയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ, പരസ്പരമുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ടു എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആർ, സോഷ്യൽ ഇൻട്രാക്ഷന് രണ്ട് പ്രധാന കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, സോഷ്യൽ കോണ്ടാക്ട്, ഇപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു, ഫേസ് ടു ഫേസ് ആയിട്ട്, സോഷ്യൽ കോണ്ടാക്ട്. രണ്ട്, കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കുന്നു, വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാന ആസ്പെക്ട്സ് സോഷ്യൽ ഇൻട്രാക്ഷനിൽ. സോഷ്യൽ കോണ്ടാക്ട്, കമ്മ്യൂണിക്കേഷൻ. ഇനി സോഷ്യൽ കോണ്ടാക്റ്റിനെ കുറിച്ച്, സോഷ്യൽ കോണ്ടാക്ട് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദ മീഡിയം ഓഫ് റേഡിയോ, ലെറ്റേഴ്സ്, ടെലിഫോൺസ് ആൻഡ് അതർ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ സോഷ്യൽ കോണ്ടാക്ട് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ടല്ല എന്നുണ്ടെങ്കിൽ റേഡിയോ വഴിയോ, ലെറ്റർ വഴിയോ, ടെലിഫോൺ വഴിയോ, അല്ലെങ്കിൽ മറ്റ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴിയോ നമുക്ക് ഒരു സോഷ്യൽ കോണ്ടാക്ട് ഉണ്ടാക്കാം. സോഷ്യൽ കോണ്ടാക്ട് ഈസ് എ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ഇൻട്രാക്ഷൻ. ആദ്യത്തെ ഫേസ് ഓഫ് ഇൻട്രാക്ഷനാണ് ഈ സോഷ്യൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചിലപ്പം നല്ല രീതിയിലായിരിക്കാം അത് തീരുന്നത്, ചിലപ്പം വഴക്കിലായിരിക്കാം അത് തീരുന്നത്. ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ദിസ് ലീഡ് ടു കോഓപ്പറേഷൻ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അസിമുലേഷൻ. നല്ല പോസിറ്റീവായിട്ട് നല്ല രീതിയിലാണ് ഈ സോഷ്യൽ കോണ്ടാക്ട് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു കോഓപ്പറേഷൻ ഉണ്ടാവാം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ടു പീപ്പിൾ ഉണ്ടാവാം, ഒരു അസിമുലേഷൻ ഉണ്ടാവും, രണ്ടുപേരും തമ്മിലൊരു പരസ്പര ധാരണയും ഉണ്ടാവാം അവിടെ. ഇനി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ദേ ക്രിയേറ്റ് ഹേട്രഡ്, ജലസി ആൻഡ് കോൺഫ്ലിക്റ്റ്, അസൂയ, വെറുപ്പ്, ഒരു ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാം. ദി അബവ് ഫോംസ് ഓഫ് എ സോഷ്യൽ ഇൻട്രാക്ഷൻ ആർ ടേംഡ് ആസ് എ സോഷ്യൽ പ്രോസസ്സസ്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സസ് എന്നുള്ളൊരു വാക്കും കൂടെ ഇപ്പം പറയുകയാണ്. അപ്പം നമ്മൾ ഈ സോഷ്യൽ ഇൻട്രാക്ഷനെ സോഷ്യൽ പ്രോസസ്സസ് എന്ന് പറയുന്നു. ഇനി മാക്കീവർ ഒബ്സർവ്സ്, social process is the manner in which the relations of the members of a group are brought together to acquire a certain distinctive character.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകം നമ്മുടെ ടെക്സ്റ്റിൽ നോട്ടിൽ കോട്ട് ഇതിലാണ് പറയുന്നത്, സോഷ്യൽ പ്രോസസ് ഈസ് ദ മാനർ ഇൻ വിച്ച്, ഏത് തരത്തിലാണോ, ദ മാനർ ഇൻ വിച്ച് ദ റിലേഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം, അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആർ ബ്രോട്ട് ടുഗദർ ടു അക്വയർ എ സർട്ടൺ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ, ഒരു പ്രത്യേക തനിമയായ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. ഇനി അക്കോർഡിംഗ് ടു ഗില്ലിൻ ആൻഡ് ഗില്ലിൻ എന്ന് പറഞ്ഞ രണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ, ബൈ സോഷ്യൽ പ്രോസസ്സസ് വി മീൻ ദോസ് വേസ് ഓഫ് ഇൻട്രാക്ടിങ് by which we can establish system of relationships, ഒരു ഒരു റിലേഷൻഷിപ്സിൻ്റെ ഒരു 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 ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളുടെ ഒരു സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓർ ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ചേഞ്ചസ് ഓഫ് റിലേഷൻഷിപ്സ് ഒക്കെ, ബന്ധങ്ങളിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഓർ വാട്ട് ഹാപ്പൻസ് വെൻ ചേഞ്ചസ് ഡിസ്റ്റർബ് ഓൾറെഡി എക്സിസ്റ്റിംഗ് മോഡ്സ് ഓഫ് ലൈഫ്, ഈ മാറ്റങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഗില്ലിൻ്റെ. ബൈ സോഷ്യൽ പ്രോസസ്സസ് വി മീൻ ദോസ് വേസ് ഓഫ് ഇൻറ്ററാക്ടിങ് ബൈ വിച്ച് we can establish a system of relationships, or find out what happens when changes of relationships occur, or what happens when changes disturb ഓൾറെഡി എക്സിസ്റ്റിംഗ് മോഡ്സ് ഓഫ് ലൈഫ്, നിലവിലിരിക്കുന്ന ജീവിത രീതികളിൽ ഒരു മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാനായിട്ട് കൂടെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോഷ്യൽ കോണ്ടാക്റ്റ് നമ്മളിപ്പം കണ്ടു. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ഇൻട്രാക്ഷൻ റിക്വയർസ് എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ വന്നാലും രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള വ്യക്തികൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എന്നാലേ സോഷ്യൽ ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ദർ ഹാവ് ടു ബി എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. ബിസൈഡ്സ് ദിസ്, കമ്മ്യൂണിക്കേഷൻസ് ആർ എസെൻഷ്യൽ അഡ്ജൻസ് ഓഫ് സോഷ്യൽ കോണ്ടാക്ട്. കമ്മ്യൂണിക്കേഷൻ കൂടിയേ പറ്റും, എന്നാലേ ആ സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ഒരു ഇത് പൂർണ്ണത വരുള്ളൂ. എങ്ങനെയാണ് അവർ വന്നത്, അതിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ്, സിംബൽസ്, റേഡിയോ, ടെലിഫോൺ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ എക്സെട്ര ആർ ദ മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഏത് രീതിയിൽ വേണോ കമ്മ്യൂണിക്കേഷൻ നടക്കാം. ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഈസ് അൺഡൗട്ടഡ്ലി എ കമ്മ്യൂണിക്കേറ്റീവ് ഇൻട്രാക്ഷൻ. മനുഷ്യർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. വാക്കാൽ സംസാരം, അവിടെ എവിടെങ്ങനെ വന്നാലും സംസാരം ഉണ്ടാവാം, ഗസ്റ്റർ ഉണ്ടാവാം, ഒരു റിട്ടേൺ ആയിട്ടുണ്ടാവാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അവിടെ. ഹ്യൂമൻ ഇൻട്രാക്ഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് കോഓപ്പറേഷൻ. വീണ്ടും പറയാണ്, ഈ ഇൻട്രാക്ഷനിൽ മിക്കവാറും പരസ്പരം ഒരു കോഓപ്പറേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഇനി വേറെ രണ്ട് വാക്കുകളും കൂടെ പറയാണ്, അക്കോമഡേഷൻ ആൻഡ് അസിമുലേഷൻ. രണ്ട് അഡീഷണൽ വാക്കുകളും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ കോഓപ്പറേഷനും കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റിനെയും കുറിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അഡീഷണലായിട്ട് അക്കോമഡേഷനും അസിമുലേഷനും കൂടെ പറയുന്നുണ്ട്. റൈറ്റ്. ഇനി എന്താണ് ഈ കോഓപ്പറേഷൻ? ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോഓപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് എ കോമൺ ഇൻട്രസ്റ്റ്. നമുക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അത് കൈവരിക്കാൻ വേണ്ടി നമ്മൾ കൈകോർത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതാണ് കോഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ടുഗദർ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് എ കോമൺ ഇൻട്രസ്റ്റ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ജോയിൻറ്റ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ കോൺഷ്യസ് ഫോം ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ വെയർ ടു ഓർ മോർ പേഴ്സൺസ് വർക്ക് ടുഗദർ ടു ഗെയിൻ എ കോമൺ എൻഡ്. രണ്ടോ അതിന് കൂടുതലോ ഉള്ള വ്യക്തികൾ ഒരുമിച്ച് വർക്ക് ചെയ്ത്, യോജിച്ച് വർക്ക് ചെയ്ത്, പരസ്പര ധാരണയോടുകൂടി, അവർ തമ്മിൽ വഴക്കും പക്കാണോ ഒന്നുമില്ല, അവരുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെയാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. കോഓപ്പറേഷൻ മേ ബി ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ്, പല ടൈപ്പുകളിലുണ്ട്. കോഓപ്പറേഷൻ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ബോത്ത് എ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നെസസിറ്റി. മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഉള്ള ഒരു ആവശ്യമാണത് ഈ കോഓപ്പറേഷൻ എന്ന് പറയാം. കാരണം എന്നാലേ നമുക്ക് നേരെ ചുവേ ഒരു പീസ് ആൻഡ് ഹാർമണിയിൽ നമുക്ക് ഒരു 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 പീസ്ഫുൾ ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെ വന്നാലും നമുക്ക് മറ്റാൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്, മറ്റാൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ വേണം. അതൊരു കോഓപ്പറേറ്റീവ് രീതിയിലാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. വെറുതെ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കുന്നതിനേക്കാളും ഭേദം കോഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സാധിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. On the other hand,
കോമ്പറ്റീഷൻ എന്താണ് ഈ കോമ്പറ്റീഷൻ? ഇന്ന് മറിച്ച് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ അൺകോൺഷ്യസ് ഇംപേഴ്സണൽ ആൻഡ് കണ്ടിന്യൂസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. പരസ്പരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇംപേഴ്സണൽ മുഖം നോക്കാത്ത രീതിയിലാണ് ജയമാണ് പ്രധാനം എന്നുള്ള രീതിയിൽ ആൻഡ് കണ്ടിന്യൂസ് സ്ട്രഗിൾ സ്ഥിരമായിട്ടുള്ള ഒരു 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 സ്ട്രഗിളാണ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഫോർ സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ ഏർപ്പെടുകയാണ്. ഉദാഹരണത്തിന് രണ്ട് ബിസിനസ് ഗ്രൂപ്പുകൾ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഇറ്റ് ഈസ് എ കോൺടെസ്റ്റ് ടു ഒബ്റ്റെയിൻ സംതിങ് which does not exist in a quantity sufficient to meet the demand. അതായത് ഒരു അധികം ഒരു ധാരാളം ഇല്ലാത്ത ഒരു വസ്തുത അത് ധാരാളം ഒരു വശത്തിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ. എത്രയും കൂടുതൽ ആ മിനിമം ക്വാണ്ടിറ്റി ആയിട്ടിരിക്കുന്ന സാധനം കൈവരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു 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 കോമ്പറ്റീഷനാണത്. ഇറ്റ് ഈസ് എ കോൺടെസ്റ്റ് ടു ഒബ്റ്റെയിൻ സംതിങ് which does not exist in a quantity sufficient to meet the demand. ഇനി competition like a cooperation is indispensable in social life. സാമൂഹിക ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാം വെറും കോപ്പറേഷൻ മാത്രം പോരെ എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല, കോമ്പറ്റീഷനും കൂടിയേ പറ്റൂ ചില സന്ദർഭങ്ങളിൽ. അപ്പം സമൂഹ ജീവിതത്തിൽ കോമ്പറ്റീഷനും കൂടെ ഉണ്ടായേ പറ്റൂ എന്നാണ് പറയുന്നത്. കോമ്പറ്റീഷൻ കോപ്പറേഷനെ പോലെ is indispensable in social life. Competition performs many useful functions in society. സമൂഹത്തിൽ പല യൂസ്ഫുൾ ഫങ്ഷനും ചെയ്യുന്ന ഒന്നാണ് കോമ്പറ്റീഷൻ. അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് കോമ്പറ്റീഷൻ ഒക്കേഴ്സ്. പല തട്ടുകളായിട്ടാണ് അത് ഉണ്ടാവുന്നത്. ഇറ്റ് മേ ബി എക്കണോമിക്കൽ, കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ. അത് എക്കണോമിക് ആവാം, കൾച്ചറൽ ആവാം, സോഷ്യൽ ആവാം, പൊളിറ്റിക്കൽ ആവാം. ദർ ഈസ് നോ സൊസൈറ്റി വിച്ച് ഈസ് എക്സ്ക്ലൂസീവ്ലി കോമ്പറ്റീറ്റീവ് ഓർ എക്സ്ക്ലൂസീവ്ലി കോഓപ്പറേറ്റീവ്. അങ്ങനെ ഒരു സമൂഹവും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് കോഓപ്പറേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടോ ഒരു സമൂഹം ഇല്ല. കുറച്ചൊക്കെ കോമ്പറ്റീവ് ആണ്, കുറച്ചൊക്കെ കോഓപ്പറേറ്റീവ് ആണ്, രണ്ടും കൂടെയാണ്. അല്ല പൂർണ്ണമായിട്ടും കോമ്പറ്റീറ്റീവ് മാത്രമായിട്ടോ കോഓപ്പറേറ്റീവ് മാത്രമായിട്ടോ ഉള്ള ഒരു സമൂഹം ഇല്ല. ബിസൈഡ്സ് കോമ്പറ്റീഷൻ ആൻഡ് കോഓപ്പറേഷൻ, കോൺഫ്ലിക്റ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ഹ്യൂമൻ റിലേഷൻസ്. ഈ രണ്ടും അല്ലാതെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ട്, മൂന്നാമത്തെ ഒരാൾ. ഇത് അടിപിടി, ഇത് തർക്കം, അങ്ങനത്തെ വിഷയങ്ങളാണ്. കോൺഫ്ലിക്റ്റ്. ഇനി എന്താണ് കോൺഫ്ലിക്റ്റ്? കോൺഫ്ലിക്റ്റ് ഈസ് എ കോൺഷ്യസ് ആക്ഷൻ ആസ് വെൽ ആസ് പേഴ്സണൽ ആക്ടിവിറ്റി. അത് അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു 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 വസ്തുതയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ തമ്മിൽ വഴക്കുണ്ട്, സ്പർദ്ധയുണ്ട്, നമ്മൾ തമ്മിൽ ഭിന്നതയുണ്ട്, നമ്മൾ ഒരുമിച്ച് പോവില്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു കോൺഫ്ലിക്റ്റിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഈസ് എ കോൺഷ്യസ് ആക്ഷൻ ആസ് വെൽ ആസ് എ പേഴ്സണൽ ആക്ടിവിറ്റി. ഓരോരുത്തരും അതിലേക്ക് വേണ്ടി മനസ്സിലാക്കി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി. ഒരുപാട് നാളൊന്നും അത് നീണ്ടു നിൽക്കണമെന്നില്ല, വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്നില്ല, അതിന് ഷോർട്ട് ടൈം ഉണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന. സർവ്വലോകമായിട്ട് എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണത്. കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആർ മെയിൻലി ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. രണ്ടുപേര് തമ്മിൽ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു 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 ധാരണയിലുള്ള ഒരു സംഘർഷാവസ്ഥ, നമ്മൾ ഒരുമിച്ച് പോവില്ല എന്ന് അറിയാവുന്ന ചില കാര്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ. കൾച്ചറൽ ഡിഫറൻസസ്, ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റിൽ ചില ക്ലാഷ്, സോഷ്യൽ ചേഞ്ച്, ഇതെല്ലാം കോൺഫ്ലിക്റ്റിന് കാരണമാവാം. ബിസൈഡ്സ് ദിസ് കോൺഫ്ലിക്റ്റ് സെർവ്സ് കൺസ്ട്രക്റ്റീവ് ആൻഡ് പോസിറ്റീവ് എൻഡ്സ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് മാത്രമല്ല, ചില സമയത്ത് കോൺഫ്ലിക്റ്റ് ഒരു കൺസ്ട്രക്റ്റീവും ആണ്, ചിലപ്പോൾ പോസിറ്റീവും ആണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഹാസ് ബോത്ത് ഇൻറ്റഗ്രേറ്റീവ് ആൻഡ് ഡിസൻറ്റഗ്രേറ്റീവ് എഫക്ട്സ്. ഇൻറ്റഗ്രേറ്റീവും ആണ്, ഡിസൻറ്റഗ്രേറ്റീവും ആണ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അത് സാധാരണ സമൂഹത്തിലുള്ള കാര്യങ്ങളാണ് ഈ കോൺഫ്ലിക്റ്റും കോഓപ്പറേഷനും കോമ്പറ്റീഷനും. ഇനി ഇൻട്രാക്ഷൻ ഈസ് എ ടു വേ പ്രോസസ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ് ഈ ഇൻട്രാക്ഷൻ, whereby each individual or a group stimulates the other and in varying degrees modifies the behavior of the participants. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പല രീതിയിൽ, പല പല ഡിഗ്രിയിൽ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നു. ആരൊക്കെയാണോ ഇതിൽ ഇടപെടുന്ന പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയർ പല രീതിയിൽ മോഡിഫൈ ചെയ്യുന്നു. ദ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് അഫക്ട് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ബിഹേവിയറിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓവർ ദ ഫങ്ഷനിങ് ഓഫ് എ ഗ്രൂപ്പ് ആസ് എ ഹോൾ.
ഒരു ഗ്രൂപ്പ് അതിൻ്റെ മൊത്തമായിട്ട് ആ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ദ ബിഹേവിയർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് അഫക്റ്റഡ് ബൈ ദ ബിഹേവിയർ ഓഫ് അതർ ഇൻഡിവിജ്വൽ. ശ്രദ്ധിക്കണം, ഒരാളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ബിഹേവിയറിനെയും പെരുമാറ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, പലയിടത്തും അത് സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. നമ്മൾ ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഐസൊലേഷനിൽ കാണാനുള്ളതല്ല. ദിസ് ഈസ് നോൺ ആസ് ഇൻട്രാക്ഷൻ പ്രോസസ്സ്. ഇതിനെയാണ് ഇൻട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻട്രാക്ഷൻ പ്രോസസ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് സോഷ്യൽ ലൈഫ്. സമൂഹ ജീവിതത്തിൻ്റെ എസെൻസ് ആണ്. അക്കോർഡിംഗ് ടു എൽഡ്രച്ച് ആൻഡ് മെറൽ, സോഷ്യൽ ഇൻട്രാക്ഷൻ ഈസ് ദ ജനറൽ പ്രോസസ് വെയർ ബൈ, അത് ജനറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, വെയർ ബൈ ടു ഓർ മോർ പേഴ്സൺസ് ആർ ഇൻ എ മീനിങ് ഫുൾ കോണ്ടാക്ട്. അവരിൽ ഒരു മീനിങ് ഫുൾ കോണ്ടാക്റ്റ് ആണ്. നമ്മളത് ഒരു അർത്ഥവത്തായ ഒരു കോണ്ടാക്റ്റ് ആണ്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദെയർ ബിഹേവിയർ ഈസ് മോഡിഫൈഡ്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പല കാര്യങ്ങളും മോഡിഫൈ ചെയ്യുന്നു. ഹവർ സ്റ്റൈൽ, അത് എത്ര കുറച്ചായാലും അത് മോഡിഫിക്കേഷൻ വരുന്നു നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി. സോഷ്യൽ ഇൻട്രാക്ഷൻ റിഫേഴ്സ് ടു ദി എൻറ്റയർ റേഞ്ച് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. വെറും എൻറ്റയർ റേഞ്ച് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വേറിൻ there is reciprocal stimulation and response between individuals. നേരത്തെ പറഞ്ഞ ഇതേ വാക്ക് തന്നെയാണ്, റെസിപ്രോക്കൽ സ്റ്റിമുലേഷൻ ആൻഡ് റെസ്പോൺസ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് സ്റ്റിമുലേഷനും റെസ്പോൺസും. ഇനി സോഷ്യൽ ഇൻട്രാക്ഷൻ ഈസ് ഓഫ് എ ഡ്യുവൽ നേച്ചർ. ഇത് ഇരട്ട താപ്പായിട്ടുള്ള ഒന്നാണ്. ഈസ് എ ഡ്യുവൽ നേച്ചർ ഓഫ് പേഴ്സൺസ് വിത്ത് പേഴ്സൺസ് ആൻഡ് ഓഫ് ഗ്രൂപ്പ്സ് വിത്ത് ഗ്രൂപ്പ്സ്. മനുഷ്യരുമായിട്ടും ഗ്രൂപ്പുമായിട്ടും. The main forms of social interaction are cooperation, competition, conflict, accommodation and assimilation. ഈ 5 കാര്യങ്ങൾ: cooperation, competition, conflict, accommodation, assimilation. Combinations of these are called social processes. ഇതിൻ്റെ കോമ്പിനേഷൻസിൻ്റെയാണ് സോഷ്യൽ പ്രോസസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് 5 എലമെൻറ്റ്സ്, ഈ 5 എണ്ണം: കോപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, അക്കോമഡേഷൻ, അസിമുലേഷൻ. അതിൻ്റെ കോമ്പിനേഷനെയാണ് ഈ സോഷ്യൽ പ്രോസസ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ആർ: ഒന്ന്, സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. ഒരു ചില കാര്യങ്ങളുടെ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ റെപ്പറ്റീഷൻ ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കാം. ചില കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാവാം. പിന്നെ അതും അല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവൻറ്റ്സ്, ചില സംഭവങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് ഇവൻറ്റ്സ്, ചില ഇവൻറ്റ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആവാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റിസൾട്ട്സ് ആയിരിക്കാം, ചില പ്രത്യേക റിസൾട്ട്സ് ആയിരിക്കാം ഉള്ളത്. ഇനി ആക്ച്വലി സൊസൈറ്റി ഈസ് ആൻ അറീന വേർ ദർ ഈസ് എക്സ്പ്രഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ പ്രോസസ്സ്. അറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഈ അറീന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരം യുദ്ധക്കളം പോലെയാണ്. ഏത് സ്ഥലത്താണോ ഒരു പ്രത്യേക ആക്ടിവിറ്റി നടക്കുന്നത് അതിനെ അറീന എന്ന് പറയും. ഉദാഹരണത്തിന് ഈ റോമൻ ടൈംസിൽ ഗ്ലേഡിയേറ്റേഴ്സിൻ്റെ അറീനയിലാണ് ഈ യുദ്ധം നടക്കുന്നത്, ഗ്ലേഡിയേറ്റേഴ്സ് തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് സമൂഹവും. സൊസൈറ്റി ഈസ് ആൻ അറീന വെയർ there is expression of different social processes. ഈ 5 എണ്ണത്തിൽ ഒന്നോ കൂടുതലോ ആയിട്ടുള്ള എലമെൻസിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവുന്നു. അത് സൊസൈറ്റിയിലാണ് അത് നടക്കുന്നത്. സോഷ്യൽ പ്രോസസ്സസ് ആർ ഫണ്ടമെൻ്റൽ ടു ദ ലൈഫ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹ ജീവിതത്തിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൊസൈറ്റി എക്സിസ്റ്റ് വേറെവർ സെവറൽ ഇൻഡിവിജ്വൽസ് ആർ ഇൻ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ഇങ്ങോട്ടും റിലേഷൻഷിപ്പ്, അങ്ങോട്ടും റെസിപ്രോക്കൽ ആയിട്ടുള്ള പരസ്പര ബന്ധുതയുള്ള, അങ്ങനെയാണ് സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ അഗ്രിഗേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ഒരു അഗ്രിഗേഷനാണ്. ദർ ആർ 2 ഫോംസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. 2 ഫോം ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഒന്ന് കൺജങ്ക്റ്റീവ്, ഒന്ന് ഡിസ്ജങ്ക്റ്റീവ്. അറിഞ്ഞിരിക്കുക, 2 ടേംസ് അറിഞ്ഞിരിക്കുക, കൺജങ്ക്റ്റീവും ഡിസ്ജങ്ക്റ്റീവും. എന്താണിത്? സോഷ്യൽ കോണ്ടാക്ട് ഇനിഷ്യേറ്റ്സ് ഇൻറ്ററാക്ഷൻ. സോഷ്യൽ കോണ്ടാക്ട്, നമ്മൾ പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നത്, അത് ഇനിഷ്യേറ്റ്സ് ഇൻറ്ററാക്ഷൻ. സോഷ്യൽ പ്രോസസ് ഈസ് എ വെറൈറ്റി ഓഫ് വ്യൂ പോയിൻറ്റ്സ്. പല ടൈപ്പ് ഓഫ് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവാം. ഇപ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ എൻ്റെ പെർസെപ്ഷൻ, അതാവണമെന്നില്ല വേറൊരു വ്യക്തിയുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ്. വേറെ വ്യത്യസ്ത വ്യൂ പോയിൻ്റ് ആയിരിക്കാം, വ്യത്യസ്ത ഒരു പെർസെപ്ഷൻ ആയിരിക്കാം ഒരു കാര്യത്തെക്കുറിച്ചുള്ളത്. സോഷ്യൽ ബിഹേവിയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് their intrinsic nature. അതിൻ്റെ ആ കാതലായ ആ ഒരു ഇൻട്രിൻസിക് നേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ദ ഇൻഹറൻറ്റ് ഡ്രൈവ്സ്, ഇൻസ്റ്റിങ്സ്, ഇൻട്രസ്റ്റ്, ഡിസയേഴ്സ് എക്സെട്ര.
അതിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ചില ഇൻസ്റ്റിങ്ക്റ്റുകൾ, ഡ്രൈവുകൾ, പ്രചോദനമായിട്ടുള്ളത്, അതിൻ്റെ താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, അതിനെ അനുസരിച്ചിരിക്കാം. പിന്നെ ദ ഒബ്സർവബിൾ ബിഹേവിയേഴ്സ് അപ്പോൺ വിച്ച് ഒബ്സർവേഴ്സ് ക്യാൻ എഗ്രി. ഏതിലാണോ നമ്മളിപ്പോൾ ഒരു സംഭവം കണ്ടിട്ട് അത് കാണുന്ന വ്യക്തി എന്താണോ അതിനെ അംഗീകരിക്കുന്നോ ഇല്ലയോ, അത് എഗ്രി ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത്, വിച്ച് ഒബ്സർവേഴ്സ് ക്യാൻ എഗ്രി. We are concerned with the fundamental types, that is cooperating, competition, conflict, accommodation, and assimilation. Actually, interaction occurs in the form of the above mentioned process. ഒരു സോഷ്യൽ ഇൻട്രാക്ഷനുമാണ് ഈ അഞ്ചെണ്ണത്തിലോ അതിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഉണ്ടാവുന്നത്. ഇനി കോഓപ്പറേഷൻ, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ നോക്കുന്നു. കോഓപ്പറേഷൻ ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റി ആൻഡ് ഈസ് ബിലീവ്ഡ് ടു ബി ദി ഓപ്പോസിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഏകോപനമായിട്ടുള്ള, ഏകോപിച്ച് വരുന്ന ഒന്നാണ്. ഇൻ്റഗ്രേറ്റിംഗ് ആക്ടിവിറ്റി, എല്ലാം കൂടെ ഏകോപനം ആയിട്ടുള്ള ഒരു 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 ആക്ടിവിറ്റിയാണ്. അത് കോമ്പറ്റീഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ വേർഡ് കോഓപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം two Latin words, co meaning together and operari. Operari എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വർക്ക്, ഒരുമിച്ച് വർക്ക് ചെയ്യാം. ടു കോ ഓപ്പറാറി, ഒരുമിച്ച് വർക്ക് ചെയ്യാം, ജോയിൻ്റ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ദസ് എ ജോയിൻ്റ് ആക്ടിവിറ്റി ഇൻ പെർസ്യൂട്ട് ഓഫ് കോമൺ ഗോൾസ് ആൻഡ് ഷെയർഡ് റിവാർഡ്സ്. നമുക്ക് പരസ്പരം കോമൺ ആയിട്ടുള്ളൊരു ഗോളുണ്ട്. എന്ത് നമ്മൾ റിവാർഡ് കിട്ടുന്നോ, നമുക്ക് അതിൻ്റെ ഒരു 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 പ്രോഫിറ്റ് കിട്ടണോ, അത് നമ്മൾ ഷെയർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് കോപ്പറേഷനിൽ. ഷെയർഡ് റിവാർഡ്സ്. ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് ആൻഡ് കോൺഷ്യസ് ഫോം ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, കോൺഷ്യസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കോൺഷ്യസ് ഫോം ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ആക്ച്വലി ഇറ്റ് ഇൻവോൾവ്സ് ടു എലമെൻറ്റ്സ്. അതിന് രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. വൺ, കോമൺ എൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് എഫേർട്ട്. ഇറ്റ് ഇൻവോൾവ്സ് ടു എലമെൻറ്റ്സ്. ഒന്ന് കോമൺ എൻഡും, രണ്ട് ഓർഗനൈസ്ഡ് എഫേർട്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് കോമൺ എൻഡ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മളൊരു ലക്ഷ്യം കൈവരിക്കാനായിട്ട്, ഇതിൽ ആരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ എല്ലാവരും ആ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട്. പിന്നെ ഓർഗനൈസ്ഡ് എഫേർട്ടാണ് നമ്മൾ തമ്മിൽ. ഇനി ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് കമ്പൈൻ ദെയർ എഫേർട്ട്. നമ്മുടെ എഫേർട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നു ഇൻ എ മോർ ഓർ ലെസ് ഓർഗനൈസ്ഡ് വേ. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇത്രയും മണിക്കൂർ കൊണ്ട് ഇത്രയും തീർക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ഇത്രയും ജോലി ചെയ്ത് തീർക്കുന്നു, നാളെ ബാക്കി കുറച്ച് ജോലികൾ, അങ്ങനെ അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. more or less organized way for the attainment of common objective. Common objective achieve ചെയ്യാൻ വേണ്ടിയുള്ളത്. ജനറലി കോഓപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്. ഇൻ മെനി, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ മെനി ഫെസ്റ്റിവൽസ് വോളണ്ടിയേഴ്സ് വർക്ക് ടുഗദർ ടു കളക്ട് മണി ഫ്രം ഡിഫറെൻറ്റ് പാർട്സ്. പലരിൽ നിന്നും പൈസ ശേഖരിച്ച് ഫെസ്റ്റിവൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊരു കോഓപ്പറേറ്റീവ് എഫേർട്ടാണ്. വോളണ്ടിയേഴ്സ് വർക്ക് ടുഗദർ ടു കളക്ട് മണി ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് വാണ്ട് ടു ഓർഗനൈസ് ദ പ്രോഗ്രാം സക്സസ്ഫുള്ളി ആൻഡ് എവരിബഡി വാണ്ട് ടു സ്ട്രെച്ച് ഫോർവേഡ് ദെയർ ഹാൻഡ്സ് ടു സെലിബ്രേറ്റ് ദി ഒക്കേഷൻ സക്സസ്ഫുള്ളി. നമ്മുടെ നോട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. ഒരു ഫെസ്റ്റിവൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കോഓപ്പറേഷനോട് കൂടി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ. എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് there seems to be indication of good interaction process. നല്ലൊരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാവുന്നു. All of them behave in a cooperative manner. എല്ലാവരും നല്ലൊരു കോപ്പറേറ്റീവ് മാനറിൽ ബിഹേവ് ചെയ്യുന്നു. കോപ്പറേഷൻ ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ സെവറൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇതിൽ കോപ്പറേഷൻ നല്ല രീതിയിൽ കോപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഡിസയർ ഫോർ ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്സ്. നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്നറിയാവുന്ന ഒരു കാര്യം. ഡിസയർ ടു ഗീവ് ആൻഡ് ഷെയർ. നമ്മൾ കൊടുക്കാനും ഷെയർ ചെയ്യാനുമുള്ള ഒരു ആഗ്രഹം, ഒരു സന്മനസ്. ടോട്ടൽ ഡിസിഷൻ ഓൺ കോമൺ പർപ്പസസ്. എല്ലാവരുടെയും ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ചേർന്ന ഒരു തീരുമാനം എടുക്കുക. സിറ്റുവേഷണൽ നെസസിറ്റി. സന്ദർഭം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. സിറ്റുവേഷണൽ നെസസിറ്റി. ആൻഡ് ഡിസയർ ടു അച്ചീവ് ലാർജർ ഗോൾസ്. വലിയ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ആഗ്രഹം. ഇനി എന്തൊക്കെ ആണ് ടൈപ്സ് ഓഫ് കോഓപ്പറേഷൻ? വി ക്യാൻ ക്ലാസിഫൈ കോഓപ്പറേഷൻ ഇൻ ടു 5 കാറ്റഗറീസ്. ഒന്ന്, ഡയറക്റ്റ് കോഓപ്പറേഷൻ, നേരിട്ടുള്ള കോഓപ്പറേഷൻ. ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ, ഇൻഡയറക്റ്റ് ആയിട്ട്. പ്രൈമറി കോഓപ്പറേഷൻ, പ്രൈമറി ആയിട്ട്. സെക്കൻഡറി കോഓപ്പറേഷൻ, ടേർഷ്യറി കോഓപ്പറേഷൻ. അതായത് മൂന്നാം രീതിയിലുള്ള ടേർഷ്യറി കോഓപ്പറേഷൻ. ഇനി ഈ ഓരോന്നും എന്താണെന്നുള്ളത്. ഡയറക്റ്റ് കോഓപ്പറേഷൻ. ദി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് കോഓപ്പറേഷൻ ആർ ദാറ്റ്
people do in company, the thing which can also do separately. നമുക്ക് പ്രത്യേകം പ്രത്യേകം ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്യുന്നു, കോമൺ ആയിട്ട് ഒരുമിച്ച് നമ്മൾ ആ കാര്യം ചെയ്യുന്നു. ഡയറക്റ്റ് കോപ്പറേഷൻ ആണത്. ഇൻ ദിസ് കാറ്റഗറി, കോപ്പറേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ഡു തിങ്സ് ഓഫ് എ കോമൺ ഇൻട്രസ്റ്റ് ടുഗദർ. പരസ്പരം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ആൻഡ് പെർഫോം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് പ്ലേയിങ് ടുഗദർ, വർഷിപ്പിംഗ് ടുഗദർ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോഓപ്പറേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇൻഡയറക്റ്റ് കോഓപ്പറേഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോഓപ്പറേഷൻ, ഇൻഡിവിജ്വൽ വർക്ക് ടുവേർഡ്സ് എ കോമൺ എൻഡ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു 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 ലക്ഷ്യത്തിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഈച്ച് ഹാസ് ഹിസ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ. ഓരോരുത്തർക്കും അവരുടേതായ ചില സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുകയല്ല, ഓരോരുത്തർക്കും സ്പെഷ്യലൈസ് ചെയ്ത ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നു. ദസ് വി ക്യാൻ സേ ദാറ്റ് ഇൻഡയറക്റ്റ് കോപ്പറേഷൻ is obtained when people perform dissimilar tasks towards a common end. ഡിസിമിലർ ആയിട്ട്, അതായത് വ്യത്യസ്തമായ ടാസ്ക് ചെയ്യുന്നു ഒരേ ലക്ഷ്യത്തിന് വേണ്ടി. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യല്ല, വ്യത്യസ്തമായിട്ടുള്ള ടാസ്കുകളാണ് ചെയ്യുന്നത്, പക്ഷേ കോമൺ ആയിട്ടുള്ള ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യലൈസ്ഡ് റോൾ ടു പ്ലേ. ഓരോരുത്തർക്ക് അവരുടെ സ്പെഷ്യലൈസ്ഡ് റോൾ ഉണ്ട്. ഇൻ ദ മോഡേൺ സൊസൈറ്റി, ഇറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് കോപ്പറേഷൻ വിച്ച് ഈസ് മോർ ഇൻ പ്ലേ ദാൻ ദ ഡയറക്റ്റ് കോപ്പറേഷൻ. സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഇൻഡയറക്റ്റ് കോപ്പറേഷനാണ് ഡയറക്റ്റ് കോപ്പറേഷനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ പ്രചാരത്തിലുള്ളത്. ബിക്കോസ് ടെക്നോളജിക്കൽ ചേഞ്ചസ് റിക്വയർ സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഫങ്ഷൻസ്. ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കാരണം ഓരോരുത്തർക്ക് അവരുടേതായ ചില സ്കിൽസും ഫങ്ഷനും സ്പെഷ്യലൈസേഷനിൽ വരുന്നത് കാരണമാണ് അങ്ങനെ ഒന്ന് ഉണ്ടായത്. ഇനി അടുത്തത് പ്രൈമറി കോഓപ്പറേഷൻ. ദിസ് ഈസ് ആൻ ഐഡൻറ്റിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ. there is an identity of interest between the individual and the group. ഒരു വ്യക്തിയും ഒരു ഗ്രൂപ്പും തമ്മിൽ there is an identity of interest. ഒരേ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ രണ്ടിനും ഒരേ ഇൻട്രസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ കോപ്പറേഷൻ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ പ്രൈമറി ഗ്രൂപ്പ്സ് സച്ച് ആസ് ഫാമിലി. ഉദാഹരണത്തിന് ഒരു ഫാമിലിയിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രധാന എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പം ഇറ്റ്സ് എ കോപ്പറേഷൻ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ പ്രൈമറി ഗ്രൂപ്പ്സ് സച്ച് ആസ് എ ഫാമിലി. Not only family but also peer groups is also called primary cooperation. Peer group, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്, അവിടെയും ഈ പ്രൈമറി കോപ്പറേഷൻ ആണ്. വേർ പീപ്പിൾ ഹാവ് ടു ചൂസ് ഫേസ് ടു ഫേസ് റിലേഷൻസ്. നേരിട്ട് ഫേസ് ടു ഫേസ് റിലേഷൻസ് ചൂസ് ചെയ്യണം. വി ക്യാൻ ഓൾസോ സേ ദാറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ മെർജ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രൈമറി ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിലുള്ള അമ്മയുടെയും മക്കളുടെയും എല്ലാവരുടെയും ഉള്ള ഒരു താല്പര്യം കൂടെയാണ്. അത് അച്ഛൻ്റെ മാത്രം താല്പര്യം എന്നുള്ളത് അല്ല. അപ്പോൾ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ മെർജ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രൈമറി ഗ്രൂപ്പ്. ഫാമിലി ആണെങ്കിൽ ഫാമിലി. അതുപോലെ അടുത്തത് സെക്കൻഡറി കോപ്പറേഷൻ. ദിസ് ടൈപ്പ് ഓഫ് കോപ്പറേഷൻ ഈസ് ജനറലി ഫൗണ്ട് ഇൻ സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പിലാണ് ഇത് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് എന്താണ് ഈ സെക്കൻഡറി ഗ്രൂപ്പ്? നെയിംലി ഗവൺമെൻറ്, ഇൻഡസ്ട്രി, ചർച്ച് അല്ലെങ്കിൽ ടെമ്പിൾ അല്ലെങ്കിൽ മോസ്ക്, പിന്നെ ട്രേഡ് യൂണിയൻ. ഇവിടെ എല്ലാം ഉള്ള കോപ്പറേഷനെയാണ് സെക്കൻഡറി കോപ്പറേഷൻ. ഇനി അടുത്തത് ടെർഷ്യറി കോപ്പറേഷൻ. ദിസ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് ബിഗ് ആൻഡ് സ്മോൾ ഗ്രൂപ്പ്, വലുതും ചെറുതുമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ടു മീറ്റ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ, പ്രത്യേക ചുറ്റുപാടിനെ ഫേസ് ചെയ്യാൻ വേണ്ടി. ഹിയർ ദ ഇൻഡിവിജ്വൽ ആർ ഗ്രൂപ്പ് ഹു വാണ്ട്സ് ടു കമ്പീറ്റ് വിത്ത് വൺ അനദർ. പരസ്പരം കമ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. കം ടുഗദർ ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഒരുമിച്ച് വരുന്നു, കോപ്പറേറ്റ് ചെയ്യുന്നു ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പിന് എതിരെയായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് പലരും ഒരുമിച്ച് വന്ന് കോപ്പറേറ്റ് ചെയ്യണം, പല കാര്യങ്ങളും ഒരുമിച്ച് വന്ന് കോപ്പറേറ്റ് ചെയ്യണം. In such type of cooperation, the attitudes of the cooperating parties are purely opportunistic. സന്ദർഭം അനുസരിച്ചുള്ളതാണ്, നമുക്ക് സാഹചര്യം അനുസരിച്ചാണ്. നമുക്കൊരു ഒരു ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളതിലേക്ക് വേണ്ടിയാണ്. പ്യൂർലി ഓപ്പർച്യൂണിസ്റ്റിക്. ഇനി അടുത്തത് റോൾ ഓഫ് കോപ്പറേഷൻ പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ റോൾ ഓഫ് കോപ്പറേഷൻ. എന്താണ് ഈ കോപ്പറേഷൻ്റെ റോൾ എന്നുള്ളത്? ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. സർവ്വസാധാരണമായിട്ട് സർവ്വലോകമായിട്ടുള്ള ഒരു ഫിനോമിനനാണ്. കോപ്പറേഷൻ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ബോത്ത് എ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നെസസിറ്റി. നേരത്തെ പറഞ്ഞു, അത് മാനസികവും സാമൂഹികമായിട്ടുള്ള ഒരു ആവശ്യമാണത്. Individual as well as collective goals
കനോട്ട് ബി അച്ചീവ്ഡ് വിത്തൗട്ട് കോപ്പറേഷൻ. ഏതൊരു വ്യക്തിയുടെയും ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള ലക്ഷ്യമോ കോപ്പറേഷൻ ഇല്ലാതെ കൈവരിക്കാൻ പറ്റില്ല. കോപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻ്റനൻസ് ഓഫ് സോഷ്യൽ ഓർഡർ. സമൂഹത്തിലെ ഒരു പീസ് ആൻഡ് ഹാർമണി ആയിട്ടുള്ള ഒരു 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 ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോപ്പറേഷൻ കൂടിയേ പറ്റൂ. വ്യക്തികൾ തമ്മിൽ, ആൾക്കാർ തമ്മിലുള്ള കോപ്പറേഷൻ കൂടിയേ പറ്റൂ. സോഷ്യൽ ഓർഡർ, വി കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് എ കോപ്പറേഷൻ. നമ്മൾ കോപ്പറേഷൻ ഇല്ലാതെ ഒരു കോപ്പറേഷൻ ഇല്ലാതെ ഒറ്റ വസ്തു നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് വി ആർ ടു ലീവ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ മെമ്പേഴ്സായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കോഓപ്പറേറ്റ് ചെയ്താലേ പറ്റുള്ളൂ പല കാര്യങ്ങളിലും. ഫാമിലി മെമ്പേഴ്സ് കോഓപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ ടേംസ് ഓഫ് ഷെയറിങ് എക്കണോമിക്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് വൺ അനദർ. ഫാമിലിയിലാണെങ്കിൽ നമ്മൾ ഇപ്പം പൈസ തട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പം മക്കൾ മൂന്നാല് പേര് വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരെല്ലാം പൈസ അവരുടെ വീതം ഇടുന്നു, എക്കണോമിക്കലായിട്ട് ഷെയർ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു. അപ്പോൾ എക്കണോമിക്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് വൺ അനദർ. ഓൾ ദി ആക്ടിവിറ്റി ഇൻ ഈച്ച് ആൻഡ് എവറി ഫാമിലി ഈസ് ഡൺ ഇൻ എ കോപ്പറേറ്റീവ് വേ. ഏതൊരു ഫാമിലിയിലും കോപ്പറേറ്റീവ് മാനറിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പീപ്പിൾ ലേൺ ദെയർ ഫസ്റ്റ് ലെസൺ ഇൻ കോപ്പറേഷൻ ആസ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഈ കോപ്പറേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്താണ്? The physical, mental, and even the spiritual needs of the individual remain unsatisfied if he does not agree to cooperate with his fellow members. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ശാരീരികവും മാനസികവും സ്പിരിച്വൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള ആവശ്യങ്ങൾ കോപ്പറേഷൻ ഇല്ലാതെ കൈവരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കോപ്പറേഷൻ വഴി കൂടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സാധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി കോമ്പറ്റീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. കോമ്പറ്റീഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോം ഓഫ് സോഷ്യൽ സ്ട്രഗിൾ. സമൂഹത്തിലെ പരസ്പരം ഈ സ്ട്രഗിൾ, അതായത് പല കാര്യങ്ങൾ കൈവരിക്കാനുള്ള ആ ഒരു സ്ട്രഗിളിന് വേണ്ടി കോമ്പറ്റീഷൻ എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. ഇനി അതിൽ ഡെഫിനിഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ആൻഡേഴ്സൺ ആൻഡ് പാർക്കർ, കോമ്പറ്റീഷൻ ഈസ് ദാറ്റ് ഫോം ഓഫ് സോഷ്യൽ ആക്ഷൻ ഇൻ വിച്ച് വി സ്ട്രൈവ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. പരസ്പരം നമ്മൾ ഏറ്റുമുട്ടുകയാണ്. ഫോർ ദ പൊസഷൻ ഓർ യൂസ് ഓഫ് സം ലിമിറ്റഡ് മെറ്റീരിയൽ, ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് അധികമൊന്നും അതില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്കത് കിട്ടണം, കാരണം കുറച്ച് സാധനം മാത്രമേ അതുള്ളൂ. which for the use of limited material or non-material goods, material or non-material goods. അപ്പം അത് കുറച്ച് മാത്രമേ അവൈലബിൾ ഉള്ളൂ, നമുക്കത് ഏറ്റവും കൂടുതൽ അത് കൈവരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് പൈസ ആയിരുന്നാലും ശരി, അത് മെറ്റീരിയൽ പൊസഷൻ ആയിരുന്നാലും എന്തായിരുന്നാലും കോമ്പറ്റീഷനിൽ കൂടെ അത് സാധിക്കുള്ളൂ എന്നുള്ളത്. അക്കോർഡിംഗ് ടു സദർലാൻഡ്, വുഡ്വാർഡ് ആൻഡ് മാക്സ്വെൽ, അവരുടെ രീതിയിലുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഈസ് ആൻ ഇംപേഴ്സണൽ, അൺകോൺഷ്യസ്, കണ്ടിന്യൂസ് സ്ട്രഗിൾ വിച്ച് ബിക്കോസ് ഓഫ് ദെയർ ലിമിറ്റഡ് സപ്ലൈ ഓൾ മേ നോട്ട് ഹാവ്. ലിമിറ്റഡ് സപ്ലൈ ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അത് എല്ലാവർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവണം, അത് എത്രയും കൂടുതൽ നമുക്ക് കൈവരിക്കാൻ വേണ്ടി. അത് ഇംപേഴ്സണലാണ്, മുഖം നോക്കാത്ത ഒരു പ്രവൃത്തിയാണ്. അൺകോൺഷ്യസ് ആൻഡ് കണ്ടിന്യൂസ് സ്ട്രഗിൾ, അത് നമ്മൾ അതിലോട്ട് ഇറങ്ങിത്തിരിക്കും. നമ്മൾ എങ്ങനെ വന്നാലും നമ്മളത് ഇറങ്ങിത്തിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രഗിളുമാണ്. കോമ്പറ്റീഷൻ ഈസ് എ ഫോം ഓഫ് ഇൻട്രാക്ഷൻ. സോഷ്യൽ ഇൻട്രാക്ഷനിലെ ഒരു ഫോം ഓഫ് ഇൻട്രാക്ഷനാണ് കോമ്പറ്റീഷൻ. ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ പൊസിഷൻ ടു ഗെയിൻ എക്കണോമിക് സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയും കൂടെയാണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എവർ ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് എനിത്തിങ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് ഡിസയർ. മനുഷ്യർ ആഗ്രഹിക്കുന്ന എന്ത് സാധനമായിരുന്നാലും അത് കുറച്ചേ ഉള്ളൂ എങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അത് കൈവരിക്കാൻ. ഉദാഹരണത്തിന് എൻട്രൻസ് പരീക്ഷ എഴുതുന്നു, മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റിന് വേണ്ടി. അധികമൊന്നും ഈ സീറ്റുകളില്ല, കുറച്ച് സീറ്റുകളേ ഉള്ളൂ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ഇത് മെറിറ്റിൽ, മെഡിക്കൽ എൻട്രൻസ്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വരുന്നു. അപ്പോൾ അവിടെ കോമ്പറ്റീഷനാണ് അവിടെ ഉള്ളത്. എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇറ്റ് ഒക്കേഴ്സ് വെനെവർ ദർ ഇസ് ആൻ ഇൻസഫിഷ്യൻറ്റ് സപ്ലൈ ഓഫ് എനിത്തിങ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് ഡിസയർ. ഇൻസഫിഷ്യൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഓൾ കനോട്ട് ഹാവ് ആസ് മച്ച് ഓഫ് ഇറ്റ് ആസ് ദേ വിഷ്. എല്ലാവർക്കും ഡോക്ടർമാരാകാൻ പറ്റില്ല, സമൂഹത്തിൽ എല്ലാവർക്കും എഞ്ചിനീയർമാരാകാൻ പറ്റില്ല. കോമ്പറ്റീഷനുണ്ട്, ചിലർക്ക് മാത്രമേ അത് പഠിച്ച് കൈവരിക്കാനായിട്ട് പറ്റുള്ളൂ. Sometimes competition happens because of limited supply and also difficult for equal distribution. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, മാത്രമല്ല ലിമിറ്റഡ് സപ്ലൈ ആണ്.
അപ്പോൾ കോമ്പറ്റീഷൻ വഴി മാത്രമേ അത് കിട്ടണമെന്നെങ്കിൽ കിട്ടാനായിട്ട് പറ്റുള്ളൂ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പറ്റീഷൻ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പറ്റീഷൻ ആർ: കോമ്പറ്റീഷൻ ഈസ് ആൻ ഇംപേഴ്സണൽ സ്ട്രഗിൾ. ഇംപേഴ്സണലാണ്, മുഖം നോക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു 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 ആവശ്യമാണത്. കാരണം അവിടെ പിന്നെ ജെന്റിൽമാൻ സ്റ്റൈലൊന്നും കയറി നിൽക്കാനൊന്നും പറ്റില്ല. വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യം കിട്ടില്ല, സാധിക്കില്ല, അത്രയേ ഉള്ളൂ. പാർക്സ് ആൻഡ് ബർഗേഴ്സ് defined competition as interaction without a social contact. It is an interaction without a social contact. ശ്രദ്ധിക്കണം, കോമ്പറ്റീഷൻ്റെ വേറൊരു ഡെഫിനേഷനാണ്. we can say it we can say it is a inter individual struggle that is impersonal. മുഖം നോക്കാതെ ഒരു രീതിയിലുള്ളതാണ് ഇന്റർ ഇൻഡിവിജ്വൽ സ്ട്രഗിൾ ദാറ്റ് ഈസ് impersonal. It is usually not directed against any individual or group in particular. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ അത് ആരുടെയും എതിരെ, ഒരു വ്യക്തിക്കെതിരെ മാത്രമായിട്ടുള്ളതല്ല, ജനറലായിട്ടുള്ള ഒരു കാര്യമാണ്, സമൂഹത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ പയറ്റി അത് നേടാനായിട്ട് നോക്കുകയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി നോട്ട് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് എനി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻ പർട്ടിക്കുലർ. ഇനി അടുത്തത്, കോമ്പറ്റീഷൻ ഈസ് യൂണിവേഴ്സൽ. സർവ്വലോകമായിട്ട് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ്, ഈസ് യൂണിവേഴ്സൽ. ദർ ഈസ് നോ സൊസൈറ്റി വിച്ച് ഇസ് ഡിവൈഡ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു സമൂഹവും ഇല്ല. നോട്ട് ഓൺലി ദിസ്, ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ മേ വേരി ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. സമൂഹം അനുസരിച്ച്, ചുറ്റുപാട് അനുസരിച്ച് അത് മാറും. ഇറ്റ് ഈസ് വെരി കോമൺ ഫോർ സൊസൈറ്റി ആസ് വെൽ ആസ് കൾച്ചർ. സമൂഹത്തിനും കൾച്ചറിലും, ഏത് കൾച്ചറായാലും സൊസൈറ്റി ആയാലും അത് ഉണ്ടായിരിക്കും. കോമ്പറ്റീഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ കൺഡ്യൂസീവ് ടു പ്രോഗ്രസ്. നമ്മൾ ഒരു മുന്നോട്ട് പോകണം, സമൂഹം മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കൂടിയേ പറ്റൂ. കോമ്പറ്റീഷൻ ഈസ് കൺസിഡേർഡ് ആസ് കൺഡ്യൂസീവ് ടു പ്രോഗ്രസ്. കോമ്പറ്റീഷൻ പ്രൊവൈഡ്സ്, നമ്മൾ കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പം നോക്കുന്നത്. കോമ്പറ്റീഷൻ പ്രൊവൈഡ്സ് ദ ഇൻഡിവിജ്വൽസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ടു സാറ്റിസ്ഫൈ ദെയർ ഡിസയേഴ്സ് ഫോർ ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് റെക്കഗ്നിഷൻസ്. പുതിയതായിട്ടുള്ള എക്സ്പീരിയൻസും ഒരു നല്ല മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യാനും വേണ്ടി കോമ്പറ്റീഷൻ അതിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നു. Both associative and non-associative dimensions of social processes indicate competition. കോമ്പറ്റീഷൻ ഒരു പ്രധാന ഘടകമാണ്. അത് അസോസിയേറ്റീവ് ആയിരുന്നാലും നോൺ അസോസിയേറ്റീവ് ആയിരുന്നാലും ഓഫ് സോഷ്യൽ പ്രോസസ്സസ്. കോമ്പറ്റീഷൻ ഈസ് മെയിൻലി ആൻ അൺകോൺഷ്യസ് ആക്ടിവിറ്റി, ബട്ട് പേഴ്സണൽ കോമ്പറ്റീഷൻ ഓർ റൈവലറി ഈസ് എ കോൺഷ്യസ് ആക്ടിവിറ്റി. ശ്രദ്ധിക്കണം, ഗ്രൂപ്പായിട്ട് ജനറലായിട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ അത് ഇംപേഴ്സണലാണ്. പക്ഷേ പേഴ്സണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതൊരു റൈവലറിയാണ്, അതൊരു കോൺഷ്യസ് ആക്ടിവിറ്റിയും കൂടെയാണ്. ശ്രദ്ധിക്കുക ആ ഒരു പോയിന്റ്. ഇനി അടുത്തത്, കോമ്പറ്റീഷൻ മേ ക്രിയേറ്റ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. മാനസികമായിട്ടുള്ള ചില ഡിസ്റ്റർബൻസസ് കോമ്പറ്റീഷൻ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്, നല്ല ടെൻഷൻ ഉണ്ടാവും പരീക്ഷയുടെ തലേ ദിവസമെല്ലാം. മെഡിക്കൽ എൻട്രൻസ് കിട്ടിയേ പറ്റൂ, വീട്ടുകാർക്ക് അത്രയ്ക്ക് പ്രഷറുണ്ട്, മകൻ ഡോക്ടർ ആവണമെന്നുള്ള അത്രയ്ക്ക് പ്രഷറുണ്ട്, ഒരുപാട് കാശ് ഇറക്കിയിട്ടുണ്ട് എൻട്രൻസിന് ജയിക്കാൻ വേണ്ടി. മെഡിക്കൽ എൻട്രൻസ് കോമ്പറ്റീഷനാണ്. അപ്പം അതിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. കോമ്പറ്റീഷൻ ഈസ് ആൻ ഇന്നേറ്റ് ടെൻഡൻസി, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ടെൻഡൻസിയാണ് ആ ഒരു tendency to compete. Tendency is competition is a social phenomenon. അത് സോഷ്യൽ ഫിനോമിനൻ ആണ്. ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ സോഷ്യൽ വാല്യൂസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ വാല്യൂസും സോഷ്യൽ സ്ട്രക്ചറും ഈ കോമ്പറ്റീഷൻ്റെ ഡിഗ്രി എത്രത്തോളം ഈ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇനി അടുത്തത്, വാല്യൂ ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ സോഷ്യൽ ലൈഫ്. സമൂഹ ജീവിതത്തിൽ കോമ്പറ്റീഷൻ കൂടിയേ പറ്റൂ. ഏതെങ്കിലും ഒരു ചുറ്റുപാടിൽ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോമ്പറ്റീഷൻ പെർഫോംസ് മെനി പവർഫുൾ ഫങ്ഷൻസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ പല ഫങ്ഷൻസും കോമ്പറ്റീഷൻ വഴിയാണ് നടക്കുന്നത്. സംടൈംസ് കോമ്പറ്റീഷൻ ഈസ് എൻറ്റയർലി ഡൈനാമിക്. വളരെ സ്റ്റാറ്റിക് അല്ല, വളരെ വിഗറസ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഇറ്റ് പെർഫോംസ് 5 പോസിറ്റീവ് ഫങ്ഷൻസ്. അന്ന് 5 പോസിറ്റീവ് ഫങ്ഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. ഒന്ന്, it helps to determine the status and the location of individual members in a system of hierarchy. ഒരു ഹെയറാർക്കിക്കൽ സിസ്റ്റം, ഉദാഹരണത്തിന് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ, സാധാരണ മാനേജ്മെൻറ്റ് ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഹെയറാർക്കിക്കലാണ്. അപ്പോൾ അതിൽ ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റാറ്റസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഒരാൾ എവിടെ നിൽക്കുന്നു, അയാളുടെ സ്റ്റാറ്റസ് എന്താണ്, എത്രത്തോളം അയാൾ കമ്പീറ്റ് ചെയ്തു, എത്രത്തോളം പ്രസ്റ്റീജ് അയാൾ കൈവരിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ അവിടെ വരുന്നു. It tends to stimulate economy, efficiency and inventiveness.
എക്കണോമിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, എഫിഷ്യൻസി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഒരു ഇൻവെൻറ്റീവ്നെസ്, കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ചുറ്റുപാടും കൂടെ കൊണ്ടുവരുന്നു. ഇറ്റ് ടെൻസ് ടു എൻഹാൻസ് വൺസ് ഈഗോ, ഒരാളുടെ ഈഗോയെ കൂട്ടുന്നു. enhance one's ego. It prevents undue concentration of power in an individual or group of individuals. ഒരു ശക്തി കേന്ദ്രീകരണം അതിനെ തടയാനായിട്ടും അത് ശ്രമിക്കുന്നു. It prevents undue concentration of power in an individual or group of individuals. It creates respect for the rules of the same group. ഒരു ഗ്രൂപ്പിൻ്റെ ചട്ടങ്ങളും നിയമങ്ങൾക്കും ഒരു റെസ്പെക്റ്റ് കൊടുക്കാനും കൂടെ ഒരു വഴി ആകുന്നു അത് കോമ്പറ്റീഷൻ വഴി. വി ക്യാൻ സേ ദാറ്റ് കോമ്പറ്റീഷൻ ഡിറ്റർമിൻസ് ഹൂ ഈസ് ടു പെർഫോം വാട്ട് ഫങ്ഷൻ, ആര് എന്ത് ജോലി ചെയ്യണം എന്നുള്ളതും കൂടെ കോമ്പറ്റീഷൻ തീരുമാനിക്കുന്നു. അക്കോർഡിംഗ് ടു റോസ്, competition performs that broad function of assigning to each individual in his social world. ആര് എന്ത് ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു അസൈനിങ്, അതും കോമ്പറ്റീഷൻ പെർഫോം ചെയ്യുകയാണ്. കോമ്പറ്റീഷൻ ഈസ് എ പ്രോഗ്രസീവ് ഫോഴ്സ് വിച്ച് ഫുൾഫിൽസ് ആൻഡ് ഡസ് നോട്ട് നെസസറിലി ഡിസ്ട്രോയ്. അതൊരു പ്രോഗ്രസീവ് ഫോഴ്സാണ്, അതൊരു ലക്ഷ്യം കൈവരിക്കാനാണ് അത് നോക്കുന്നത്, അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ആൻഡ് ഡസ് നോട്ട് നെസസറിലി ഡിസ്ട്രോയ്. It is a progressive force which fulfills, which gives a satisfaction. അത് ഡിസ്ട്രക്റ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവ് ആവണമെന്നില്ല എന്ന് പറയുന്നു. വി ക്യാൻ ഫെർദർ സേ ദാറ്റ് ഫെയർ കോമ്പറ്റീഷൻ ഈസ് കൺഡ്യൂസീവ് ടു എക്കണോമിക് ആസ് വെൽ ആസ് സോഷ്യൽ പ്രോഗ്രസ്. നല്ല രീതിയിൽ ഒരു ഫെയർ ആയിട്ട് ഒരു പരസ്പരം ഒരു 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 ചതിപ്രയോഗം ഇല്ലാത്ത രീതിയിലുള്ള കോമ്പറ്റീഷനാണ്, നേരെ ചൊവ്വയുള്ള ഒരു സത്യത്തിൽ കൂടെ പോകുന്ന ഒരു കോമ്പറ്റീഷൻ രീതിയാണ് എങ്കിൽ അത് എക്കണോമിക്കും സോഷ്യൽ പ്രോഗ്രസിനും കണ്ടീസീവാണ്, നല്ല രീതി ഒരു ഇതാണ് കൊണ്ടുവരുന്നത്. കോമ്പറ്റീഷൻ പ്രൊവൈഡ്സ് ദ ഇൻഡിവിജ്വൽസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ടു സാറ്റിസ്ഫൈ ദെയർ ഡിസയേഴ്സ് ഫോർ ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് റെക്കഗ്നിഷൻ. പുതിയ എക്സ്പീരിയൻസുകളും നമുക്ക് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഉപാധിയായിട്ട് വരുന്നു കോമ്പറ്റീഷൻ. ഇറ്റ് ബിലീവ്സ് ഇൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ്, നമ്മൾ ഒരു സ്റ്റാറ്റസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. സംടൈംസ് കോമ്പറ്റീഷൻ ഹാസ് സം നെഗറ്റീവ് ഫങ്ഷൻ. ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും കോമ്പറ്റീഷൻ ഉണ്ട്. ഇറ്റ് മെ ലീഡ് ടു ഫ്രസ്ട്രേഷൻ. മെഡിക്കൽ എൻട്രൻസ് പാസ്സായില്ല, തോറ്റു, ഒരു കൊല്ലം പോയി. ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. ഇറ്റ് മെ ലീഡ് ടു മോണോപ്പൊളി. മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വേച്ഛാധിപതമായിട്ടുള്ള ഒരു ബിസിനസ് ഒരു ചുറ്റുപാട്. അതായത് ഒരു കമ്പനി മാത്രമേ ഒരു പ്രത്യേക ഒരു ട്രേഡിങ് ഇതിനുള്ളൂ, വേറെ ആർക്കും അവിടെ കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ആ ഒറ്റ കമ്പനി മാത്രമേ അവിടെ ട്രേഡിങ് നടത്തത്തുള്ളൂ. അതിനെയാണ് ആ മോണോപ്പൊളി എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷനിൽ തോറ്റു കഴിഞ്ഞാൽ ഒരു ഒറ്റ കമ്പനി മാത്രമേ അവിടെ ആ ഒരു ട്രേഡിങ് നടത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു മോണോപ്പൊളി സിറ്റുവേഷൻ ആവുന്നു. ഇറ്റ് മെ ലീഡ് ടു കോൺഫ്ലിക്റ്റ്. ഒരു കോൺഫ്ലിക്റ്റിലോട്ട് അത് ലീഡ് ചെയ്യുന്ന ഒരു ചുറ്റുപാടും കൂടെ ആവാം. ഇറ്റ് മേ ക്രിയേറ്റ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം. ഇറ്റ് മേ ഡെവലപ്പ് അൺഫ്രണ്ട്ലി ആൻഡ് അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് എമംഗ് ദ പേഴ്സൺസ് ഓർ ഗ്രൂപ്പ്സ് ടുവേർഡ് വൺ അനദർ. പരസ്പരം ഒരു അൺഫ്രണ്ട്ലി ആയിട്ടും ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ചുറ്റുപാടും ഉണ്ടാക്കിയെടുക്കാം, ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കാം. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് അൺഫെയർ കോമ്പറ്റീഷൻ ഹാസ് ദ മോസ്റ്റ് ഡിസൻറ്റഗ്രേറ്റിംഗ് എഫക്ട്സ്. അൺഫെയർ ആയിട്ട് ചതിപ്രയോഗത്തിൽ കൂടെയുള്ള ഒരു കോമ്പറ്റീഷൻ, കൈക്കൂലി കൊടുത്ത് ഏതെങ്കിലും മാർഗത്തിൽ തോപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള കോമ്പറ്റീഷൻ, അതിൻ്റെതായ ചില രീതിയിലുള്ള ഡിസൻറ്റഗ്രേറ്റിംഗ് എഫക്റ്റുകളും ഉണ്ട്. സംടൈംസ് അൺലിമിറ്റഡ് കോമ്പറ്റീഷൻ ലീഡ്സ് ടു മോണോപ്പൊളി. ഒരു കൊല്ലങ്ങളായിട്ട് നീണ്ടു പോകുന്ന ഒരു കോമ്പറ്റീഷൻ, അൺലിമിറ്റഡ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള കോമ്പറ്റീഷൻ ചില സമയത്ത് ഒരു മോണോപ്പൊളിയുടെ ചുറ്റുപാടും കൂടെ കൊണ്ടുവരാം. ഏറ്റവും അവസാനം ഒരു കമ്പനി മാത്രമേ ജയിക്കുകയുള്ളൂ, ആ കമ്പനി മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, മറ്റെല്ലാ കമ്പനികളും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഒരു മോണോപ്പൊളി ആയിട്ട് ഒറ്റ ട്രേഡിംഗ് ആയിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഇനി കോമ്പറ്റീഷൻ ഉദാഹരണത്തിന് മുമ്പ് ഈ 16th 17th സെഞ്ച്വറിയിലെല്ലാം ഒരുപാട് ട്രേഡിംഗ് കമ്പനികളുണ്ട്. കടൽ വഴിയുള്ള ട്രേഡിംഗ് കമ്പനി, ഉദാഹരണത്തിന് ഈസ്റ്റ് ഇന്ത്യ ട്രേഡിംഗ് കമ്പനിയുണ്ട്, ഡച്ച് ട്രേഡിംഗ് കമ്പനിയുണ്ട്, അതുപോലെ പോർച്ചുഗീസ്, സ്പാനിഷ് എല്ലാം ട്രേഡിംഗ് കമ്പനികളുണ്ട്. ആ സമയത്ത് ഇവർ തമ്മിൽ യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, മോണോപ്പൊളിക്ക് വേണ്ടിയാണ്. അതായത് ഇന്ത്യയിലോട്ട് ഇപ്പോൾ ട്രേഡിംഗ് റൂട്ട് ഒരു കമ്പനി മാത്രം കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള യുദ്ധങ്ങൾ, കോമ്പറ്റീഷൻ ഹിസ്റ്ററി ആയിട്ട് പറഞ്ഞാണ് ഒരു എക്സാമ്പിളായിട്ട്. ഇനി അടുത്തത്, കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ ഡിഫർ ഇൻ മെനി റെസ്പെക്ട്സ്. കോമ്പറ്റീഷനും കോപ്പറേഷനും തമ്മിൽ അതിൻ്റെതായ ഡിഫറൻസസ് ഉണ്ട്. നോ സൊസൈറ്റി ഈസ് എക്സ്ക്ലൂസീവ്ലി കോമ്പറ്റീവ് ഓർ എക്സ്ക്ലൂസീവ്ലി കോപ്പറേറ്റീവ്. നേരത്തെ പറഞ്ഞു, ഒരു സമൂഹവും പൂർണ്ണമായിട്ടും കോപ്പറേറ്റീവോ പൂർണ്ണമായിട്ട് കോമ്പറ്റീറ്റീവോ അല്ല. ആക്ച്വലി സോഷ്യൽ സിസ്റ്റം ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ കോമ്പറ്റീറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫോഴ്സ്. രണ്ടിൻ്റെയും ഒരു ബാലൻസ് ആണ് സമൂഹം എന്ന് പറയുന്നത്.
ബട്ട് സം കോമ്പറ്റീഷൻ ഈസ് ഹെൽത്തി ആൻഡ് ഫെയർ. ചില കോമ്പറ്റീഷൻ അത് ഹെൽത്തിയുമാണ്, അത് നല്ലതുമാണ്. ഇനി കോൺഫ്ലിക്റ്റിനെ കുറിച്ച് വരികയാണ്. കോൺഫ്ലിക്റ്റ് ഈസ് എ കോൺഷ്യസ് ആക്ഷൻ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാര്യം ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റ് ഒരു തർക്കത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്, അറിഞ്ഞൂടാതെ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ് ടു ഒപ്പോസ്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ എതിർക്കാനായിട്ട് നിൽക്കുകയാണ്. ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ് ടു ഒപ്പോസ്, എതിർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വി ക്യാൻ സേ ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് യൂണിവേഴ്സൽ. നമുക്ക് വേണമെങ്കിൽ പറയാം കോൺഫ്ലിക്റ്റ് യൂണിവേഴ്സലാണ്, എല്ലായിടത്തും ഉള്ളതാണ് ഈ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് യുദ്ധവും ഒരു കോൺഫ്ലിക്റ്റാണ്. നോട്ട് ഓൺലി ദിസ്, കോൺഫ്ലിക്റ്റ് ലാക്സ് കണ്ടിന്യൂറ്റി. സാധാരണ കോൺഫ്ലിക്റ്റ് അങ്ങ് കൊല്ലങ്ങളോളം ചിലപ്പോൾ നീണ്ടു നിൽക്കണമെന്നില്ല. 100 years വാർ എന്നല്ല നമ്മൾ വേണമെങ്കിൽ പറയാം. 100 കൊല്ലമൊന്നും ചിലപ്പോൾ നീണ്ടു നിൽക്കണമെന്നില്ല. അതിനു മുമ്പേ ചില രാജ്യങ്ങളിൽ അതിനു മുമ്പേ അങ്ങ് തോറ്റ് തരിപ്പണമാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി ബിസൈഡ്സ് ദിസ്, ഇറ്റ് ഈസ് എ പേഴ്സണൽ ആക്ടിവിറ്റി. സാധാരണ കോൺഫ്ലിക്റ്റുമാണ് ഒരു പേഴ്സണൽ ആക്ടിവിറ്റിയാണ് സാധാരണ. അക്കോർഡിംഗ് ടു ഗില്ലിൻ അവരുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് സീക്ക് their ends up directly, challenging the antagonist by violence or threat of violence. അതായത് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് സീക്ക് their ends, അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നോക്കുന്നത്, ഡയറക്ട്ലി ചലഞ്ചിങ് ദി ആന്റഗോണിസ്റ്റ് ബൈ വയലൻസ് ഓർ ത്രെട്ട് ഓഫ് വയലൻസ്. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള രീതിയിലോ വയലൻ്റ് ആയിട്ടുള്ള വഴികളിൽ കൂടെയോ അഗ്രസീവായിട്ട് കാര്യങ്ങൾ സാധിക്കാനായിട്ട് നോക്കുന്ന ചുറ്റുപാടിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അവിടെ സമാധാനപരമായിട്ടോ കോപ്പറേഷൻ ഇല്ല, അവിടെ കോമ്പറ്റീഷനും ഇല്ല, കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഒരു യുദ്ധമുറയിൽ കൂടെയാണ് കാര്യം സാധിക്കാനായിട്ട് നോക്കുന്നത്. ഗ്രീൻ ഡിഫൈൻഡ് കോൺഫ്ലിക്റ്റ് ഈസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഒപ്പോസ്, റെസിസ്റ്റ് ആൻഡ് കോയേഴ്സ് ദ വിൽ ഓഫ് അനദർ ഓർ അതേഴ്സ്. അതായത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, എതിർക്കാനായിട്ട്. ടു ഒപ്പോസ്, റെസിസ്റ്റ് തടയാനായിട്ട്, കോയേഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് മാറ്റാനായിട്ട്, ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത്, ദ വിൽ ഓഫ് അനദർ ഓർ അതേഴ്സ്, സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. കോൺഫ്ലിക്റ്റ് ഈസ് എ കോമ്പറ്റീഷൻ in its more occasional, personal and hostile forms. കോമ്പറ്റീഷൻ അതിൻ്റെ ഒരു അഗ്രസീവായിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കോമ്പറ്റീഷൻ്റെ ഒരു വയലൻ്റ് അഗ്രസീവ് ഫോമാണ് കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോൺഫ്ലിക്റ്റ് ഈസ് എ കോമ്പറ്റീഷൻ ഇൻ ഇറ്റ്സ് മോർ ഒക്കേഷണൽ, പേഴ്സണൽ ആൻഡ് ഹോസ്റ്റൈൽ ഫോംസ്. കോമ്പറ്റീഷൻ്റെ വളരെ അഗ്രസീവ് ഫോമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം കോമ്പറ്റീഷൻ്റെ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സീക്കിംഗ് ടു ഒബ്റ്റെയിൻ റിവാർഡ്സ് ബൈ എലിമിനേറ്റിംഗ് ഓർ വീക്കനിങ് ദ കോമ്പറ്റീറ്റേഴ്സ്. എതിരെയുള്ള കോമ്പറ്റീറ്ററിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചോ അല്ലെങ്കിൽ ശക്തി ക്ഷയിപ്പിച്ചോ കാര്യം സാധിക്കാനായിട്ട് നോക്കുന്നതാണ്. ഇറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ എവറി സൊസൈറ്റി ഓർ സോഷ്യൽ സിസ്റ്റം. ഏത് സമൂഹം എടുത്താലും ഏത് സൊസൈറ്റി എടുത്താലും ഇതുണ്ടായിരിക്കും, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. കോൺഫ്ലിക്റ്റ് ഈസ് അപ്പാരൻ്റ്ലി നോട്ടഡ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് സീക്സ് ടു അറ്റൈൻ ഇറ്റ്സ് ഓൺ എൻഡ്. സ്വന്തം കാര്യം ഏത് പ്രകാരത്തിൽ കൂടെ ഒരാളെ വേണമെങ്കിലും വേണമെങ്കിലും അത് സാധിച്ചെടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു രീതി. വേർ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് സീക്സ് ടു അറ്റൈൻ ഇറ്റ്സ് ഓൺ എൻഡ്, അതിൻ്റെ ആവശ്യം കൈവരിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അവിടെ കോപ്പറേഷൻ ഇല്ല, അവിടെ സാധാരണ രീതിയിലുള്ള ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും ഇല്ല, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ ഉള്ളത്. കോൺഫ്ലിക്റ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഓപ്പോസിറ്റാണ് കോൺഫ്ലിക്റ്റ്. നേരത്തെ പറഞ്ഞു കോമ്പറ്റീഷനും കോപ്പറേഷൻ്റെ ഓപ്പോസിറ്റാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോൺഫ്ലിക്റ്റും കോപ്പറേഷൻ്റെ ഓപ്പോസിറ്റാണ്. കോൺഫ്ലിക്റ്റ് മേ ലീഡ് ടു ആന്തഗോണിസം, പരസ്പരം എന്നേക്കുമായിട്ട് ഒരു സ്പർദ്ധ, വഴക്ക് ഉണ്ടാവാം. വയലൻസ് ഓർ ത്രെറ്റ് ടു പീസ്, വയലൻ്റ് അല്ലെങ്കിൽ ത്രെറ്റ് ടു പീസ് ഉണ്ടാവാം. കോൺഫ്ലിക്റ്റ് ഈസ് ഓൾസോ റിഗാർഡഡ് ആസ് നോൺ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്. നോൺ അസോസിയേറ്റീവ് ആണ്. നമ്മൾ പിന്നെ ഈയിടയ്ക്കൊന്നും നമ്മൾ പിന്നെ ഒരുമിച്ച് കൈകോർക്കാനായിട്ട് ഉള്ള ഒരു അവസ്ഥയും ഇല്ല. കുറേ നാളത്തേക്ക് നമ്മൾ ശത്രുത എങ്ങനെയായാലും ആയിരിക്കും ഈ കോൺഫ്ലിക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ റഷ്യ യുക്രൈൻ യുദ്ധം. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈയിടയ്ക്കൊന്നും അവർ പീസായിട്ട് കൈകോർത്ത് പോകാൻ സാധ്യതയില്ല. കുറേ നാളെങ്കിലും അവർ യുദ്ധത്തിൻ്റെ രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്, പരസ്പരം ദേഷ്യവും വെറുപ്പും. ഇനി കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അക്കോർഡിംഗ് ടു ഫ്രൂയിഡ് ആൻഡ് സം അതർ സൈക്കോളജിസ്റ്റ്, ദ ഇന്നേറ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, അതായത്
ഉള്ളിൽ നിന്നുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇന്നേറ്റ് ഇൻസ്റ്റിൻറ്റ് ഫോർ അഗ്രഷൻ, ആ വയലൻ്റ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, ദ അഗ്രഷൻ ഇൻ മാൻ ഈസ് ദ മെയിൻ കോസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അതാണ് കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത്. ദി അഗ്രസീവ് സൈഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ജനറലി ഇറ്റ് അറൈസസ് ഫ്രം എ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് വിത്തിൻ ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ്. ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്, ബിറ്റ്വീൻ സൊസൈറ്റീസ് ഓർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ്. ഒന്നീ ഗ്രൂപ്പിനകത്ത്, അല്ലെങ്കിൽ സൊസൈറ്റിക്കകത്ത്, അല്ലെങ്കിൽ ഗ്രൂപ്പും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവിടെ ഉള്ളത്. ദ സിഗ്നിഫിക്കൻറ്റ് കോസസ് ആർ: ഒന്ന്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, പരസ്പരമുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വി ദ ഹ്യൂമൻ ബീയിങ് ആർ നോട്ട് എലൈക്ക്. നമ്മൾ എല്ലാവരും പറയും ഇക്വാളിറ്റി, സമത്വം എല്ലാവരും പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ആരും അങ്ങനെ ഈക്വൽ ഒന്നും അല്ല യഥാർത്ഥത്തിൽ. വി ഹാവ് അവർ ഓൺ ഡിഫറൻസസ്. വി ദ ഹ്യൂമൻ ബീയിങ് ആർ നോട്ട് എലൈക്ക് ബൈ നേച്ചർ, ആട്രിബ്യൂട്ട്സ്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റീസ് എക്സെട്ര. പല രീതിയിലും, പേഴ്സണാലിറ്റി ആയാലും, ബിഹേവിയർ ആയാലും, സ്വഭാവമായാലും, ആറ്റിറ്റ്യൂഡ് ആയാലും, ബിലീഫ് ആയിരുന്നാലും, ഏത് രണ്ട് ആൾക്കാരെടുത്താലും പരസ്പരം വളരെ വ്യത്യാസമുള്ള ആൾക്കാർ. നമുക്ക് നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ദീസ് ഡിഫറൻസസ് മേ ലീഡ് ടു കോൺഫ്ലിക്റ്റ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കോൺഫ്ലിക്റ്റിലോട്ട് വഴിതിരിക്കാം. ഇനി കൾച്ചറൽ ഡിഫറൻസസ്. ദി കൾച്ചർ ഓഫ് എ ഗ്രൂപ്പ് ഡിഫേഴ്സ് ഫ്രോം ദ കൾച്ചർ ഓഫ് ദി അതർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ കൾച്ചർ മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ഡിഫർ ചെയ്യാം. അപ്പോൾ കൾച്ചർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു കോൺഫ്ലിക്റ്റിലോട്ട് വഴിതിരിക്കാം. ദ കൾച്ചറൽ ഡിഫറൻസസ് എമംഗ് ദ ഗ്രൂപ്പ്സ് സംടൈംസ് കാസ് ടെൻഷൻ ആൻഡ് ലീഡ് ടു കോൺഫ്ലിക്റ്റ്. അതൊരു ടെൻഷൻ ഉണ്ടാക്കാം, കാരണം പരസ്പരം യോജിച്ച് പോകാനായിട്ട് ചിലപ്പം പറ്റില്ല. ഒരു ഡിഫറെൻറ്റ് കൾച്ചറൽ വ്യൂ പോയിൻ്റ് ആയിരിക്കും ഉള്ളത്, ആൻഡ് ലീഡ് ടു കോൺഫ്ലിക്റ്റ്. ഇനി ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ റിഗാർഡിങ് ഇൻട്രസ്റ്റ്. ഒപ്പീനിയനിൽ ഡിഫറൻസ് ഉണ്ടാവുക, രണ്ട് പേർക്ക് ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ആയിരിക്കാം റിഗാർഡിങ് ഇൻട്രസ്റ്റ്. ഒരു ഇൻട്രസ്റ്റിനെ കുറിച്ച് നമുക്ക് എന്തിലാണോ താല്പര്യം നമുക്കുള്ളത്, രണ്ട് ഭാഗത്തിനും ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്, പക്ഷേ നമുക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ് അവിടെ ഉള്ളത്. ഇൻഫാക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ഒക്കേഷണലി ക്ലാഷ്. ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ. ഉദാഹരണത്തിന് മാനേജേഴ്സിൻ്റെ ഇടയിൽ ഇതുണ്ട്, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ സേ ദാറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്, ജോലി കൊടുക്കുന്നവരും ജോലി ചെയ്യുന്നവരും, അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ വേരി ഇൻ മെനി റെസ്പെക്ട്സ് വിച്ച് മേ അൾട്ടിമേറ്റ്ലി ലീഡ് ടു കോൺഫ്ലിക്റ്റ് എമംഗ് ദം. അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഇനി അടുത്തത് സോഷ്യൽ ചേഞ്ച്. അതും ഒരു കാരണമാണ്. സോഷ്യൽ ചേഞ്ചസ് ഒക്കർ ഓഫ് ആൻഡ് ഓൺ ഇൻ ഈച്ച് ആൻഡ് എവറി സൊസൈറ്റി. സോഷ്യൽ ചേഞ്ചസ്, പല രീതിയിലുള്ള സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവും. സോഷ്യൽ ചേഞ്ചസും കോൺഫ്ലിക്റ്റിലൂടെ കൊണ്ടുപോകാം. കോൺഫ്ലിക്റ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് എ സോഷ്യൽ ഡിസ്ഇക്വിലിബ്രിയം. സോഷ്യൽ ഇൻബാലൻസ് അത് തന്നെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. സോഷ്യൽ ഡിസ്ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സോഷ്യൽ ഇംബാലൻസ്, സോഷ്യൽ ഡിസ്റ്റർബൻസ്, ഇതെല്ലാം കോൺഫ്ലിക്റ്റിലോട്ട് വരുന്നതാണ്. സോഷ്യൽ ചേഞ്ച് ഈസ് എ കൾച്ചറൽ ലോഗ് വിച്ച് ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. സമൂഹത്തിലുള്ള പെട്ടെന്നുള്ള സോഷ്യൽ ചേഞ്ചസ് അതും കോൺഫ്ലിക്റ്റിലോട്ട് വഴിതിരിക്കാം. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺഫ്ലിക്റ്റ്? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ആർ: ആൾദോ കോൺഫ്ലിക്റ്റ് ഈസ് യൂണിവേഴ്സൽ, എല്ലായിടത്തും ഉള്ള ഒരു യൂണിവേഴ്സലായിട്ടുള്ള കാര്യമാണെങ്കിൽ, ബട്ട് ഇറ്റ്സ് നേച്ചർ വേരി ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. ഓരോ സൊസൈറ്റി അനുസരിച്ചിരിക്കും അത് എത്രത്തോളം അഗ്രസീവാണോ, എത്ര പാസീവാണെന്നുള്ളത്. കോൺഫ്ലിക്റ്റ് ചിലപ്പം പാസീവ് ആയിരിക്കാം, ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കാം, നോൺ വയലൻ്റ് ആയിരിക്കാം, നോൺ വയലൻ്റ് കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, ഏത് രീതി വേണോ അതെടുക്കാം. നോ സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് എക്സ്ക്ലൂസീവ്ലി ബൈ കോൺഫ്ലിക്റ്റ്. അങ്ങനെ ഒരു സമൂഹം ഇല്ല. കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു സമൂഹം ഒരിടത്തും ഇല്ല. നോ സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് എക്സ്ക്ലൂസീവ് ബൈ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് മാത്രമായിട്ടുള്ള ഒരു സൊസൈറ്റിയും ഇല്ല. കോൺഫ്ലിക്റ്റ് ഈസ് എ കോൺഷ്യസ് ആക്ഷൻ, അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷനാണ്. ടു അച്ചീവ് ദ റെസ്പെക്റ്റീവ് ഗോൾസ് മെമ്പേഴ്സ് ഒപ്പോസ് ഈച്ച് അതർ. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ചില ആൾക്കാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒപ്പോസ് ചെയ്യുന്നു. കോൺഫ്ലിക്റ്റ് ലീഡ്സ് ടു സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിലോട്ട് വഴിതിരിക്കുന്നു. ഇറ്റ് ഈസ് മെയിൻലി ആൻ എക്സ്പ്രഷൻ ഓഫ് ഡിസ്ഇക്വിലിബ്രിയം ഓർ ഇംബാലൻസ്, എ ഡിസ്റ്റർബ്ഡ് കണ്ടീഷനാണ്. അതിൻ്റെ ചിഹ്നമാണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. ഇറ്റ് പ്രൈമറിലി റിമെയിൻസ് പേഴ്സണൽ ആക്ടിവിറ്റി. സാധാരണ അത് ഒരു പേഴ്സണൽ ആക്ടിവിറ്റി എന്നാണ് അത് സാധാരണ വരുന്നത്. കാരണം എങ്ങനെയൊക്കെ ആയിരുന്നാലും കോൺഫ്ലിക്റ്റ് വരുമ്പം ഏറ്റവും അവസാനം ആ കോൺഫ്ലിക്റ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാരിലാണ് പിന്നീട് അത് ഒതുങ്ങി വരുന്നത്. അവരിൽ തമ്മിലുള്ള ആ ഒരു പേഴ്സണൽ ആക്ടിവിറ്റി ഒരു പ്രധാന ഘടകമാണ്. സംടൈംസ് ഇറ്റ് അക്വേഴ്സ് ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി ആൻഡ് ഇൻവോൾവ്സ് മെനി പീപ്പിൾ. വളരെ ഇൻറ്റൻസ് ആയിരിക്കാം ആൻഡ് ഇൻവോൾവ്സ് മെനി പീപ്പിൾ. അറ്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് മാനിഫെസ്റ്റഡ് അറ്റ് ദ ലെവൽ ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. തുടക്കത്തിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലായിരിക്കാം അത് തുടങ്ങുന്നത്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് തുടങ്ങി വരുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിലായിരിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇൻവോൾവ്സ് ദ എൻറ്റയർ സൊസൈറ്റി.
പിന്നീട് കാലക്രമേണ അത് സൊസൈറ്റി മുഴുവനും അത് തിരിയുന്നു. ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, യുക്രൈനിൽ ചില നാസി ഗ്രൂപ്പുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രത്യേക ഗ്രൂപ്പിൽ മാത്രം കേന്ദ്രീകരിച്ച് അതിനെതിരെ റഷ്യയ്ക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നീട് അത് കാലക്രമേണ ഹോൾ യുക്രൈൻ മുഴുവനും എൻ്റയർ സമൂഹത്തിലോട്ട് അത് തിരിഞ്ഞു. രാജ്യം മൊത്തമായിട്ട് അതങ്ങ് തിരിഞ്ഞു. അസിമെട്രിക്കൽ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻസ്. സിമെട്രിക്കൽ അല്ലാത്ത, അതായത് എന്തെങ്കിലും എവിടെയോ ചില ഇംബാലൻസുകൾ വന്നോ, ഡിസ്റ്റർബ്ഡ് കണ്ടീഷൻ ഉണ്ടായി, സോഷ്യലോ പൊളിറ്റിക്കലോ എക്കണോമിക്കലോ ആയിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക് റിലേഷൻസ് കപ്പിൾഡ് വിത്ത് എ സെൻസ് ഓഫ് റിലേറ്റീവ് ഡിപ്രിവേഷൻ ആസ് ദ റൂട്ട് കോസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. റിലേറ്റീവ് ഡിപ്രിവേഷൻ, ആഹാരം കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ്, ഇത് ഫ്യൂവലിൻ്റെ ക്ഷാമം കൊണ്ടോ, എന്തിനെങ്കിലും ക്ഷാമം പ്രധാനമായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതും കോൺഫ്ലിക്റ്റിന് കാരണമായിട്ട് മാറുന്നു. ഇനി സംടൈംസ് കോൺഫ്ലിക്റ്റ് ഈസ് എ ലൈഫ് ഓഫ് എ സൊസൈറ്റി ആൻഡ് progress emerges from a struggle in which each individual class or institution seeks to realize its own good idea of good. സംടൈംസ് കോൺഫ്ലിക്റ്റ് ഈസ് എ ലൈഫ് ഓഫ് സൊസൈറ്റി. ചില സമയത്ത് ഒരു സൊസൈറ്റിയുടെ ജീവൻ തന്നെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആ സമൂഹത്തിൻ്റെ ജീവിതമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോഗ്രസ് എമേർജസ് ഫ്രം ദ സ്ട്രഗിൾ. ആ ഒരു സ്ട്രഗിളിൽ നിന്നാണ് ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നത്. ഇൻ വിച്ച് ഈച്ച് ഇൻഡിവിജ്വൽ ക്ലാസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ സീക്സ് ടു റിയലൈസ് ഇറ്റ്സ് ഓൺ ഐഡിയ ഓഫ് ഗുഡ്. ഉദാഹരണത്തിന് റഷ്യയിൽ ഒരു സമയത്ത്, സോവിയറ്റ് റഷ്യയിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഈ സാർ ഭരണകൂടത്തിനെ മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരുന്ന ആ ഒരു അവസ്ഥ, അത് കോൺഫ്ലിക്റ്റാണ്. ആ സമയത്ത് സമൂഹത്തിൽ കോൺഫ്ലിക്റ്റേ ഉള്ളൂ. സാർ ഭരണകൂടത്തിനെ അതിൻ്റെ സാറിനെ അനുകൂലിച്ചുള്ളവരെ മാറ്റി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ളവരെ കൊണ്ടുവരുന്നത്. അപ്പം സമൂഹം മുഴുവനും ഒരു സ്ട്രഗിളിലാണ്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ള ആൾക്കാർ അവിടെ വന്നു തീരുന്നു ആ സമയത്ത്, ആ സോവിയറ്റിൻ്റെ തുടക്കത്തിലുള്ള സമയം. ഇതിന് എക്സാമ്പിളായിട്ടാണ് അതുള്ളത്. We the people are organized into groups to seek a common goal. The probability of conflict increases. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഫോം ചെയ്ത് ഒരു കോമൺ ലക്ഷ്യത്തിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ സാധാരണ കോൺഫ്ലിക്റ്റ് സ്വാഭാവികമാണ്. സാധാരണ all conflicts are not same. എല്ലാ കോൺഫ്ലിക്റ്റും ഒരുപോലെയല്ല. We face conflicts on all levels as we have disagreements with the family, friends and co-workers. എല്ലാ തുറയിലും എല്ലാ ലെവലിലും സാധാരണ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കാരണം വേറൊന്നും കൊണ്ടല്ല, ആരായാലും ചില കാര്യങ്ങളിൽ ചില ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും. അത് ഫാമിലി ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും വർക്കേഴ്സ് ആയിരുന്നാലും എന്തെങ്കിലും രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ചെറിയ രീതിയിലോ വലിയ രീതിയിലോ. കോൺഫ്ലിക്റ്റ് ഇസ് ആൻ എവർ പ്രസൻറ്റ് പ്രോസസ് ഇൻ ഹ്യൂമൻ റിലേഷൻസ്. മനുഷ്യരുടെ റിലേഷൻഷിപ്പിൽ അത് എങ്ങനെ വന്നാലും കോൺഫ്ലിക്റ്റ് സാധാരണ പ്രസൻ്റ് ആയിരിക്കും. അത് കുടുംബ ജീവിതമായിരുന്നാലും ഓഫീസ് ജീവിതമായിരുന്നാലും എവിടെയായാലും സഹപ്രവർത്തകരോ ഫാമിലിയോ എന്തായിരുന്നാലും കോൺഫ്ലിക്റ്റ് സാധാരണ ഉണ്ടാവാം. അൺമാനേജ്ഡ് കോൺഫ്ലിക്റ്റ് ഈസ് എ ത്രെറ്റ് ടു ദ സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ്. കോൺഫ്ലിക്റ്റ് നേരെ ചൊവ്വേ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് ത്രെട്ടായിരിക്കും അത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ടെൻസ് ടു മേക്ക് ദ ഗ്രൂപ്പ് ലെസ് എഫക്റ്റീവ്. ഗ്രൂപ്പ് ഏറ്റവും അവസാനം എഫക്റ്റീവ് അല്ലാതാവും. കോൺഫ്ലിക്റ്റ് ക്യാൻ ഒക്കർ വിത്തിൻ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പിനകത്ത് വേണമെങ്കിൽ ഉണ്ടാവാം. അതിനെ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു. ഓർ എമംഗ് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പുകൾ തമ്മിലുള്ളതാവാം. അതിനെ ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്നും പറയുന്നു. ഇനി കോൺഫ്ലിക്റ്റിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? എഫക്ട്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് സംടൈംസ് ക്രിയേറ്റ്സ് പോസിറ്റീവ് ആൻഡ് സംടൈംസ് ക്രിയേറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. ചിലപ്പം പോസിറ്റീവ് ഇമ്പാക്റ്റ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവാം. ദി എഫക്ട്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആർ മെനി ആൻഡ് മാനിഫോൾഡ്. ധാരാളമാണ്, പല രീതിയിലുമാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വേരിയഡ് ആസ് വെൽ ആസ് അൺപ്രഡിക്റ്റബിൾ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഔട്ട്കം എന്നുള്ളത്, പല രീതിയിലും അതാവാം. വി ക്യാൻ സേ ദാറ്റ് ദ കോൺഫ്ലിക്റ്റ് മേ ഹാവ് ഫോളോയിങ് എഫക്ട്സ്. താഴെ പറയുന്ന ചില എഫക്ട്സ് ഉണ്ടാവാം എന്ന് പറയാം. ഇൻക്രീസസ് ടെൻഷൻ വിത്തിൻ ഓർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാം, ഗ്രൂപ്പിനകത്തോ അല്ലെങ്കിൽ ബിറ്റ്വീൻ ഗ്രൂപ്പ്സോ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡിസ്റപ്റ്റ് നോർമൽ ആക്ടിവിറ്റീസ്, സാധാരണയുള്ള ആക്ടിവിറ്റീസിനെ ഡിസ്റപ്റ്റ് ചെയ്യാം. വീക്കൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെ വീക്കൻ ചെയ്യാം. ഹാംഫുൾ ടു ഇൻഡിവിജ്വൽസിന് അതിലുള്ള വ്യക്തികൾക്ക് ഹാംഫുൾ ആയിരിക്കാം. ഹെൽപ്പ് ടു റീസ്ട്രക്ചർ ദ ഗ്രൂപ്പ്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിനെ റീസ്ട്രക്ചർ ചെയ്യാനും അത് സഹായിക്കും. ഹെൽപ്പ് ടു ഫോം ന്യൂ ഗ്രൂപ്പ്സ്. ചിലപ്പോൾ അത് പുതിയ ഗ്രൂപ്പിനെ ഉണ്ടാക്കാനും സാധിക്കും. ഗീവ്സ് പോസിറ്റീവ് റിസൾട്ട്. ചിലപ്പോൾ അത് പോസിറ്റീവ് റിസൾട്ട് കൈവരിക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും അത് ഉണ്ടാക്കാനായി ഒരു സഹായിക്കുന്നു. ഇൻക്രീസ് ബിറ്റർനെസ്. ഒരു ബിറ്റർ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ടും ചിലപ്പോൾ അത് ഒരു ചുറ്റുപാടാവുന്നു. ഇൻക്രീസ് ഏലിയനേഷൻ. ഒരു
ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയും ചിലപ്പോൾ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു. ഇൻക്രീസ് ഏലിയനേഷൻ, ബിക്കം വയലൻ്റ്, വയലൻ്റ് ആവാനും പറ്റും, സാധിക്കുന്നു. ഹെൽപ്പ് ടു ഗെയിൻ റെക്കഗ്നിഷൻ, ഒരു റെക്കഗ്നിഷൻ കൈവരിക്കാനായിട്ടും സാധിക്കുന്നു. ഇൻക്രീസ് യൂണിറ്റി ആൻഡ് കൊഹിഷൻ, ഒരു യൂണിറ്റിയും ഒരു ഒരു ഏകോപിച്ചുള്ള ഒരു അവസ്ഥയും ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു. സ്ട്രെങ്തൻ ഗ്രൂപ്പ് ബൗണ്ടറീസ്, ഗ്രൂപ്പിൻ്റെ ആ ഒരു ബൗണ്ടറീസിനെ സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കുന്നു. ഹെൽപ്പ് ടു ഫോം ന്യൂ ഗ്രൂപ്പ്, നേരത്തെ പറഞ്ഞു, പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനും സാധിക്കുന്നു. Thus, we can say that conflict has both positive and negative effects. അന്ന് പോസിറ്റീവും നെഗറ്റീവും എഫക്റ്റും ഉണ്ടാവുന്നു. It is true that conflict happens in any setup and it creates impact on group members. ഏത് സെറ്റപ്പ് ആയിരുന്നാലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അത് അതിലുള്ള ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഒരു ഇമ്പാക്റ്റും അതുണ്ടാവാം. ഇനി ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്തൊക്കെയാണ്? കോൺഫ്ലിക്റ്റ് ടൈപ്സ് എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് മേ ബി ഓഫ് വേരിയസ് ടൈപ്സ്. ഓവേർട്ട് ആൻഡ് കവേർട്ട്. ഓവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റാവുന്നത്. കവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളത് എളുപ്പം കാണാൻ പറ്റില്ല, അത് ഷാഡോസിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മൾ ചില ഇത് അതിൻ്റെ നിമിത്തങ്ങൾ വഴി നമുക്ക് അത് കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. ഓവേർട്ട് കോൺഫ്ലിക്റ്റ് ഹാസ് സം മാനിഫെസ്റ്റേഷൻ, ആണ് നേരിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തത് വരെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ബട്ട് കവേർട്ട് കോൺഫ്ലിക്റ്റ് ഓർ ലേറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് പ്രൈമറിലി റിമെയിൻസ് ഇൻവിസിബിൾ. കവേർട്ട് അല്ലെങ്കിൽ ലേറ്റൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ സാധാരണ ഇൻവിസിബിൾ ആയിട്ടാണ് അത് നിൽക്കാറുള്ളത്, അദൃശ്യമായിട്ടാണ് നിൽക്കാറുള്ളത്. ഇനി പേഴ്സണൽ ആൻഡ് കോപ്പറേറ്റീവ്, അതും ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് വിത്തിൻ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ഹോസ്റ്റിലിറ്റി, ജലസി എക്സെട്ര. പരസ്പര വിദ്വേഷം അല്ലെങ്കിൽ ജലസി കാരണം അതുണ്ടാവാം. ഓൺ ദി അതർ ഹാൻഡ്, കോപ്പറേറ്റ് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ്സ് വിത്തിൻ എ സൊസൈറ്റി ഓർ ബിറ്റ്വീൻ ടു സൊസൈറ്റീസ്. ഒരു സൊസൈറ്റിക്കകത്തോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്രൂപ്പുകൾ തമ്മിലോ അല്ലെങ്കിൽ സൊസൈറ്റികൾ തമ്മിലോ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഇനി കോൺഫ്ലിക്റ്റ് മേ ബി ടെമ്പററി ഓർ പെർപ്പച്വൽ. ഒന്നീ ടെമ്പററി ആയിരിക്കാം അല്ലെങ്കിൽ പെർപ്പച്വൽ ആവാം. വെൻ കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് in the bus or in the shop or in the road are called temporary conflict. റോഡ് സൈഡിലോ ബസ്സിലോ ഷോപ്പിലോ കടയിലോ എന്താണ് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു തർക്കമാണ് അത്. ഓൺ ദി അതർ ഹാൻഡ്, വെൻ കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു റൈവൽ ഗ്രൂപ്പ്സ്, ആൾറെഡി അവർ എതിർഭാഗത്തുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്, റൈവൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്, അതിനെ പെർപ്പച്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയും, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ. ഇനി കോൺഫ്ലിക്റ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം മുഴുവനും അങ്ങ് പോകണമെന്നില്ല അത്. ഇറ്റ് മേ സ്ട്രെച്ച് ഫോർ സം ടൈം, കുറച്ച് നാൾ നീണ്ടു നിൽക്കാം. ഇൻ ഈച്ച് ആൻഡ് എവറി കോൺഫ്ലിക്റ്റ് ദർ ഈസ് ആൻ ഇന്റർമിറ്റൻറ്റ് പീരീഡ് ഓഫ് പീസ് ആൻഡ് സോഷ്യൽ ഹാർമണി. ഏതൊരു കോൺഫ്ലിക്റ്റിലും അവിടെ കുറച്ച് നാൾ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവും. സാധാരണ കുറച്ച് നാളെങ്കിലും ശാന്തിയും സമാധാനവും ഉണ്ടാവും ഈ വഴക്കിനിടയിലെല്ലാം. According to Gillin and Gillin, conflict can be divided into 5 types. കോൺഫ്ലിക്റ്റിനെ 5 ടൈപ്പായിട്ട് ഗില്ലിൻ ആൻഡ് ഗില്ലിൻ്റെ അഭിപ്രായത്തിൽ തിരിക്കാം. പേഴ്സണൽ കോൺഫ്ലിക്റ്റ്, ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് വിത്തിൻ ദ സെയിം ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനകത്ത് രണ്ടുപേര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ നമുക്ക് ഈ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഇനി റേഷ്യൽ കോൺഫ്ലിക്റ്റ്, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ ഫീലിംഗ് ഓർ റേഷ്യൽ സുപ്പീരിയോറിറ്റി ഓർ ഇൻഫീരിയോറിറ്റി. റേഷ്യൽ കോൺഫ്ലിക്റ്റ്, വെള്ളക്കാർ, കറുത്തവർഗ്ഗക്കാർ, റേഷ്യൽ സുപ്പീരിയോറിറ്റി, ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, അപ്പോൾ അതിനെ റേഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു. ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ക്ലാസസ്, ധനികർ, പാവപ്പെട്ടവർ, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു. പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പാർട്ടീസ് ഓഫ് പൊളിറ്റിക്കൽ പവർ, BJP, കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവർ തമ്മിലുള്ള പാർട്ടി കോൺഫ്ലിക്റ്റ്. ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു നേഷൻസ്, റഷ്യ യുക്രൈൻ യുദ്ധം, ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ്. ഇനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. നേരത്തെ പറഞ്ഞു കോമ്പറ്റീഷൻ്റെ ഒരു അഗ്രസീവ് ഫോമാണ് കോൺഫ്ലിക്റ്റിന്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും കോപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് ആണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണ്? ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ സാലിയന്റ് പോയിന്റ്സ് ആർ, കോൺഫ്ലിക്റ്റ് ടേക്സ് പ്ലേസ് ഓൺ എ കോൺഷ്യസ് ലെവൽ. കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഒരു കോൺഷ്യസ് ലെവൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ കോമ്പറ്റീഷൻ ഈസ് അൺകോൺഷ്യസ്. കോമ്പറ്റീഷൻ വേണത് അൺകോൺഷ്യസ് ആണ്. കോമ്പറ്റീഷൻ ഈസ് നോൺ വയലൻറ്റ്. കോമ്പറ്റീഷൻ നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബട്ട് കോൺഫ്ലിക്റ്റ് മേ ക്രിയേറ്റ് വയലൻസ്. കോൺഫ്ലിക്റ്റ് വയലൻസ് ആണ്. കോൺഫ്ലിക്റ്റ് ഇൻവോൾവ്സ് കോണ്ടാക്ട്. കോൺഫ്ലിക്റ്റിൽ കോണ്ടാക്ട് ഉണ്ടാവും, കോമ്പറ്റീഷനിൽ നേരിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവണമെന്നില്ല, ഡസ് നോട്ട്.
കോമ്പറ്റീഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോമ്പറ്റീഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ബട്ട് കോൺഫ്ലിക്റ്റ് ഈസ് ആൻ ഇൻ്റർമിറ്റൻ്റ് പ്രോസസ്സ്. അത് ഇൻ്റർമിറ്റൻ്റ് ആണ്. കുറച്ച് നാൾ തുടരും, പിന്നെ ഒരു ബ്രേക്ക് ഉണ്ടാവും, വീണ്ടും കണ്ടിന്യൂ ചെയ്യും, ബ്രേക്ക് ചെയ്യും, വീണ്ടും ഇൻ്റർമിറ്റൻ്റ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് അല്ല. ഇനി കോൺഫ്ലിക്റ്റ് ഡിസ്റിഗാർഡ്സ് സോഷ്യൽ നോംസ്. കോൺഫ്ലിക്റ്റിൽ സോഷ്യൽ നോംസ്, ഇത് സൊസൈറ്റിയുടെ നിയമങ്ങളും ചട്ടങ്ങളെയും ഡിസ്റിഗാർഡാണ്, വകവയ്ക്കത്തേയില്ല. ബട്ട് കോമ്പറ്റീഷൻ ഡസ് കെയർ സോഷ്യൽ നോംസ്. കോമ്പറ്റീഷനിൽ ഫെയർ കോമ്പറ്റീഷൻ എല്ലാം പറയുമ്പം സമൂഹത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം നോക്കി അനുകൂലിച്ചാണ് അത് പോകുന്നത്. ഇനി കോൺഫ്ലിക്റ്റ് ടേക്സ് പ്ലേസ് ഓൺ എ കോൺഷ്യസ് ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബട്ട് കോമ്പറ്റീഷൻ ഈസ് അൺകോൺഷ്യസ്. ഇനി ബിസൈഡ്സ് ദിസ് വി ക്യാൻ സേ ദാറ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ഹാവ് എ കോമൺ റൂട്ട്. രണ്ടിനും ഒരു കോമൺ റൂട്ടുണ്ട്. ഉത്ഭവം ഒരേ രീതിയിലുള്ള ഉത്ഭവമാണ്. ബിക്കോസ് ഇൻ ഈച്ച് കേസ് individuals and groups are generally striving towards incompatible goals. നമ്മൾ തമ്മിലുള്ള ലക്ഷ്യങ്ങൾ രണ്ടാണ്. എൻ്റെ ലക്ഷ്യം തന്നെ ആവണമെന്നില്ല മറ്റ് ആളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത്. എനിക്ക് ഈ ഈ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കോമ്പറ്റീഷനിൽ ചിലപ്പം വേണമെങ്കിൽ ഞാൻ കോൺഫ്ലിക്റ്റിലോട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഗോൾസ് ഇൻകമ്പാറ്റബിൾ ആണ്, ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളല്ല. കോൺഫ്ലിക്റ്റ് മേ ലീഡ് ടു അലയൻസസ് വിത്ത് അതർ ഗ്രൂപ്പ്സ്. ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചുറ്റുപാടും കൂടെയാണ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് മേ ലീഡ് ടു അലയൻസസ് വിത്ത് അതർ ഗ്രൂപ്പ്സ്. ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇത് കാരണം. ക്രിയേറ്റിംഗ് ബോണ്ട്സ് ബിറ്റ്വീൻ ലൂസ്ലി സ്ട്രക്ചേർഡ് ഗ്രൂപ്പ്. വളരെ ലൂസായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കാനും പറ്റും. ഓർ ബ്രിങ്ങിങ് ടുഗദർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. പല വ്യത്യസ്ത ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ എ കമ്മ്യൂണിറ്റി as they right to as they fight a common threat. നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഇത് ശത്രുവായിട്ടുള്ള ഒരാളെ നേരിടാൻ വേണ്ടി പല തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഒരുമിച്ച് വരികയാണ്. ആ ഒരു ചുറ്റുപാടും കോൺഫ്ലിക്റ്റിലുണ്ട്. The structure of the group and its degree of tolerance of conflict will affect the results of intra-group dissatisfaction. ഒരു ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ദ ഡിഗ്രി ഓഫ് ടോളറൻസ്, എത്രത്തോളം നമ്മൾ ഈ കോൺഫ്ലിക്റ്റിനെ ടോളറേറ്റ് ചെയ്യും, കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളത് വിൽ അഫക്ട് ദ റിസൾട്ട്സ് ഓഫ് ഇൻട്രാ ഗ്രൂപ്പ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ഒരു ഇൻട്രാ ഗ്രൂപ്പ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ്റെ അതിനെയും കൂടെ അനുസരിച്ചാണ് ഇതുള്ളത്. ആക്ച്വലി കോൺഫ്ലിക്റ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ട്രേറ്റ്. സാധാരണ ഒരു ഫണ്ടമെൻ്റലായിട്ട് മനുഷ്യരുടെ ഇടയിലും സമൂഹത്തിലും ഉള്ള ഒരു സ്വഭാവ രീതി തന്നെയാണ് കോൺഫ്ലിക്റ്റ്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ട്രേറ്റ്. ഇനി കോഓപ്പറേഷൻ കോഓപ്പറേഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് എ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റിൻ്റെ ഒരു കണ്ടീഷനാണെന്ന് ഇവിടെ പറയുന്നു. Internal harmony and external conflict are the opposite sides of the same shield. Internal harmonyയും എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റും ഒരു പരിചയയുടെ രണ്ട് വശങ്ങളായിട്ടാണ് അതിനെ കാണുന്നത്. ഇൻറ്റേർണൽ ഹാർമണിയും എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റും. ഇനി ഇതിൽ തന്നിരിക്കണതിൽ ഈ കോപ്പറേഷൻ ഈസ് എ കണ്ടീഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നോട്ടിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. കോമ്പറ്റീഷൻ ഈസ് എ കണ്ടീഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നോട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ പറയുകയാണ് അക്കോമഡേഷനും അസിമുലേഷനും. എന്താണ് ഈ രണ്ടും? അക്കോമഡേഷനും അസിമുലേഷനും. ഇനി അക്കോമഡേഷൻ, ഇതാണ് നമ്മുടെ കൺക്ലൂഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക്. കോൺഫ്ലിക്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ഇൻ്റർമിറ്റൻ്റ് സൊസൈറ്റൽ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് ആണ്, ചിലപ്പോൾ അത് ഇൻ്റർമിറ്റൻറ്റും ആണ് സൊസൈറ്റൽ പ്രോസസ്. അക്കോമഡേഷൻ ഈസ് എ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് വിച്ച് മീൻസ് അഡ്ജസ്റ്റിംഗ് ഓൺസെൽഫ് ടു ദ ന്യൂ എൻവയൺമെൻറ്റ്. അതായത് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റിൽ നമ്മളൊരു ഒരു 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 സന്ധി സംഭാഷണം പോലെ വന്ന് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് കോൺഫ്ലിക്റ്റിനെല്ലാം പിന്മാറുന്ന ഒരവസ്ഥ, കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു അക്കോമഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അത്. യുദ്ധമൊന്നും ഇനി വേണ്ട, കോൺഫ്ലിക്റ്റ് ഒന്നും വേണ്ട, നമുക്കൊരു പുതിയ മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരുമിച്ച് പോകാം എന്നുള്ള ഒരു രീതിയാണ് ഈസ് റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് വിച്ച് മീൻസ് അഡ്ജസ്റ്റിംഗ് ഓൺ സെൽഫ് ടു ദ ന്യൂ എൻവയൺമെൻറ്റ്. ഒരു പുതിയ ചുറ്റുപാടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതി. അക്കോമഡേഷൻ ഡിനോട്ട്സ് അക്വേർഡ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദെയർ എൻവയൺമെൻറ്റ്. പുതിയതായിട്ട് അക്വയർ ചെയ്ത മാറ്റങ്ങൾ,
നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് പുതുതായിട്ട് വരുന്ന ചില മാറ്റങ്ങളാണ്. അക്കോർഡിംഗ് ടു മാക്കീവർ, ദ ടേം അക്കോമഡേഷൻ റെഫേഴ്സ് പെർട്ടിക്കുലർലി ടു ദ പ്രോസസ് ഓൺ വിച്ച് മാൻ അറ്റെയിൻസ് എ സെൻസ് ഓഫ് ഹാർമണി വിത്ത് ഹിസ് എൻവയൺമെൻറ്റ്സ്. മനുഷ്യർ അവരുടെ ചുറ്റുപാടുമായിട്ട് ഒരു ഹാർമണി അറ്റൈൻ ചെയ്യുന്ന ഒരു 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 കൺസെപ്റ്റാണത്. Besides this, as a process, accommodation is a sequence of steps by which persons are reconciled to changing conditions of life through the formation of the changed conditions themselves. പുതുതായിട്ട് മാറി വന്നിരിക്കുന്ന സോഷ്യൽ കണ്ടീഷൻസ്, അതായത് ഒരു യുദ്ധം അവസാനിച്ചുണ്ടാവുന്ന ആ ഒരു സമൂഹത്തിൻ്റെ പുതിയ രീതികളുമായിട്ട്, പുതിയ നിയമങ്ങളും ചട്ടങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. കാരണം ഇതുവരെ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. കോൺഫ്ലിക്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു ചർച്ചയിൽ കോൺഫ്ലിക്റ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചു, ഒരുമിച്ച് പോകാമെന്നുള്ള രീതിയായി. അപ്പോൾ ഒരു പുതിയ ചുറ്റുപാടിൽ ഒരു പുതിയ ഒരു നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് ജീവിച്ചു പോകാം എന്നുള്ള രീതിയാണ്. ഇനി accommodation is a term used by sociologists to describe the adjustment of a hostile individuals or groups. അതായത് ഇതുവരെ ഹോസ്റ്റൈലായ ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ചുറ്റുപാടും കൂടെയാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. Accommodation is a process by which the individuals and groups make the necessary internal adjustments to social situation. സ്വയം അവരെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു പുതിയ ഈ സാമൂഹിക ചുറ്റുപാടുമായിട്ട് ഇടവഴകി പോകാനായിട്ട്. വിച്ച് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. യുദ്ധം കാരണം ഉണ്ടായ സമൂഹം, പലതും നശിച്ചു കിടക്കുന്ന ഒരു സമൂഹമായിരിക്കും. അതിൽ എങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ള രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. Accommodation is associated with the social order that is fixed and established in custom and mores. കസ്റ്റംസും രീതികളും എല്ലാം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു രീതിയാണ് ഈ അക്കോമഡേഷൻ എന്നുള്ളത്. ഇനി എന്താണ് അസിമിലേഷൻ? അസിമിലേഷൻ ഇംപ്ലൈസ് എ മോർ തറോ ഗോയിങ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന നല്ല രീതിയിലുള്ള ഒരു മാറ്റം. A thoroughgoing transformation of the personality. Transformation which takes place gradually under the influence of social contracts of the most concrete and intimate sort. നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞ് നമ്മളിലുണ്ടാവുന്ന കാര്യമായ ചില മാറ്റങ്ങൾ, യുദ്ധമെല്ലാം കഴിഞ്ഞ് സമാധാനമായി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നശിച്ചും തരിപ്പണമായിട്ടും കിടക്കുകയാണ്. നമ്മളിലുണ്ടാവുന്ന കാര്യമായ മാറ്റങ്ങളും നമ്മൾ എങ്ങനെ ഈ പുതിയ സമൂഹമായിട്ട് നമ്മൾ ഇടവഴകി പോകുന്നു, അതിനെയാണ് ഈ അസിമുലേഷൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ യൂണിറ്റിലുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 4 അങ്ങനെ കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, അതിൻ്റെ കൂടെ അക്കോമഡേഷൻ ആൻഡ് അസിമുലേഷൻ. അപ്പോൾ അങ്ങനെ തീരുകയാണ്. അപ്പോൾ ബ്ലോക്ക് 4 തീരുന്നു. ഇനി നാളെ നമ്മൾ ബ്ലോക്ക് 2 ആയിരിക്കും നമ്മൾ നാളെ നോക്കുന്നത്. ബ്ലോക്ക് 2 ആയിരിക്കും നാളെ തുടങ്ങുന്നത്. റൈറ്റ്. Okay. താങ്ക് യു. Okay, sir. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Take care. Bye.